Meet the editors. ഒരുമിച്ച് നേരിടേണ്ടേ എന്നാണ് ചോദ്യം. ഉണ്ണി ബാലകൃഷ്ണൻ, ഇന്ന് മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ വിളികളിൽ ചെറിയ തർക്കമൊക്കെ ഉണ്ടായെങ്കിലും സർക്കാരിൻ്റെ ഉദ്യമത്തിന് പൂർണ്ണ പിന്തുണ പ്രതിപക്ഷം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. യുവജന സംഘടനകളാണെങ്കിലും മതസംഘടനകളാണെങ്കിലും രാഷ്ട്രീയ പാർട്ടികളാണെങ്കിലും സർക്കാരാണെങ്കിലും പ്രതിപക്ഷമാണെങ്കിലും ഒന്നിച്ചു നിന്ന് ഈ മഹാവിപത്തിനെ എതിരിട്ടേ മതിയാവൂ എന്നുള്ള ഒരു തിരിച്ചറിവിലേക്ക് എത്തിയിട്ടുണ്ട്. ചുരുങ്ങിയ സമയം കൊണ്ടാണ് ഇതൊരു വലിയ വിപത്താണ് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞിരിക്കുന്നത്. നമ്മളുടേതടക്കമുള്ള ക്യാമ്പയിൻ, മറ്റു മാധ്യമങ്ങളും ക്യാമ്പയിൻ ചെയ്യുന്നുണ്ട്. നമ്മളാണ് ആ ക്യാമ്പയിൻ ആദ്യം തുടങ്ങിയത്. നമ്മളുടെ വാർ അഗെയിൻസ്റ്റ് ഡ്രഗ്സിൽ തുടങ്ങിയതാണ്. ലഹരിയും വേണ്ട, ലഹളയും വേണ്ട. ഇതിപ്പോൾ പൊതുസമൂഹം ഏറ്റെടുക്കുന്നു. ഇന്ന് നിയമസഭയിൽ കണ്ടത് വലിയ പ്രതീക്ഷ നൽകുന്ന ഇടപെടലാണ് സർക്കാരിൻ്റെയും പ്രതിപക്ഷത്തിൻ്റെയും. ഒന്നിച്ചു നിന്നു തന്നെ നമുക്ക് എതിർക്കണ്ടേ? ഒന്നിച്ചു തന്നെ നിന്ന് നമുക്കിതിനെ എതിർക്കുക തന്നെ വേണം. ഇന്ന് നിശ്ചയമായും നിയമസഭയിൽ നടന്ന ചർച്ചകൾ വളരെ പ്രതീക്ഷാനിർഭരമാണ്. എങ്കിൽ കൂടിയും താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഇടയ്ക്കൊക്കെ അത് അനാവശ്യമായ വിവാദങ്ങളിലേക്ക് വഴുതി പോയിട്ടുണ്ട് എന്നൊരു അഭിപ്രായക്കാരനാണ് ഞാൻ. അക്കാര്യത്തിൽ പ്രതിപക്ഷം അല്പം കൂടി പക്വത കാണിക്കണമെന്ന അഭിപ്രായവും എനിക്കുണ്ട്. കാരണം ഈ വിഷയം മുഖ്യമന്ത്രി സൂചിപ്പിച്ചതുപോലെ ഒരു സർക്കാരിന് മാത്രമായി പ്രതിരോധിക്കാൻ കഴിയുന്നൊരു വിഷയമല്ല. അതാണ് പ്രധാനമായും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഇത് ഞാൻ ആവർത്തിച്ച് പറയുന്നൊരു കാര്യമാണ്. കാരണം വെച്ചാൽ മുഖ്യമന്ത്രി ഇന്ന് സഭയിൽ വെക്കുന്ന കണക്കുകളുണ്ട്. ഈ എക്സൈസ് ഉദ്യോഗസ്ഥർക്ക് 9mm പിസ്റ്റൾ കൊടുത്തു, 66ഓളം ബലോറോ വണ്ടികൾ വാങ്ങിക്കൊടുത്തു. അതേപോലെ എല്ലാ ചെക്ക് പോസ്റ്റുകളിലും നിരീക്ഷണ സംവിധാനം ശക്തിപ്പെടുത്തി. നമ്മുടെ തുറമുഖങ്ങളെല്ലാം കനത്ത നിരീക്ഷണത്തിലാണ്. ഈ രീതിയിലൊക്കെ ഒരുപാട് കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിലൊക്കെ ലോ എൻഫോഴ്സിങ് വളരെ കൃത്യമായി നടക്കുന്നു എന്നൊരു ക്ലെയിം മുഖ്യമന്ത്രി വെക്കുന്നുണ്ട്. അതൊക്കെ എത്രത്തോളം നടക്കുന്നു എന്നുള്ളത് അതിൻ്റെ ഡാറ്റകൾ പറയട്ടെ. പക്ഷേ ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്, നോക്കൂ, രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നാർക്കോട്ടിക് ക്യാപിറ്റൽ എന്ന് വിളിക്കപ്പെടുന്ന സംസ്ഥാനം പഞ്ചാബാണല്ലോ. പഞ്ചാബിനെ കുറിച്ച് അങ്ങനെ ഒരു പരാതിയുണ്ട്. നമുക്കൊക്കെ അറിയാം, ഏറ്റവും കൂടുതൽ നാർക്കോട്ടിക്സ് ഉപയോഗിക്കുന്നത്, ഡ്രഗ് ട്രാഫിക്കിംഗ് നടക്കുന്നത്, ഡ്രഗ് പെഡലിംഗ് നടക്കുന്നത് ഒക്കെ പഞ്ചാബിലാണ്. ആ പഞ്ചാബിൽ 2023-24 വർഷം രജിസ്റ്റർ ചെയ്തിട്ടുള്ള കേസുകളുടെ എണ്ണം എത്രയാണെന്നറിയാവോ? 9734. 9734 കേസുകൾ മാത്രമാണ് പഞ്ചാബ്, ഇതിൻ്റെ കേന്ദ്രം എന്ന് പറയുന്ന പഞ്ചാബിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളത്. എന്നാൽ കേരളത്തിൽ 2023 മുതൽ 24 വരെയുള്ള ഒറ്റ വർഷം കൊണ്ട് രജിസ്റ്റർ ചെയ്ത കേസ് എത്രയാണെന്നറിയാവോ? 24,957. ഓൾമോസ്റ്റ് 25,000 കേസസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇനി അതുമാത്രമല്ലല്ലോ, നമ്മുടെ കൺവിക്ഷൻ റേറ്റ് എങ്ങനെയാണെന്ന് അറിയാവോ? 98% ആണ് കേരളത്തിലെ കൺവിക്ഷൻ റേറ്റ്. 98.5. അതായത് 100 കേസുകൾ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ 99 പേരും ശിക്ഷിക്കപ്പെടുന്നു അഥവാ ശിക്ഷ ഉറപ്പാക്കപ്പെടുന്നു. അതേസമയം ദേശീയ ശരാശരി എത്രയാണെന്ന് അറിയാവോ? 78%. അപ്പോൾ ഇവിടെ ഒരു വിജിലൻസ് ഉണ്ട് എന്ന കാര്യത്തിൽ നമുക്ക് യാതൊരു സംശയവും വേണ്ട. ആ കാര്യത്തിനകത്ത് സർക്കാർ ഒരു പരിധിയോളം വിജയമാണ്. എന്ന് മാത്രവുമല്ല, സർക്കാർ മാത്രം നേരിട്ടിറങ്ങി നിയന്ത്രിക്കേണ്ട ഒരു പ്രതിഭാസമേ അല്ല ഈ മയക്കുമരുന്ന് എന്ന് പറയുന്ന പ്രശ്നം. അത് ലോകത്തെവിടെയും അങ്ങനെയല്ല. ഇപ്പോൾ നമുക്കറിയാവുന്ന ഒരു കണക്കെന്താ അറിയോ? ഐക്യരാഷ്ട്രസഭയുടെ കണക്കനുസരിച്ച് ഈ ലോകത്തെ ഏറ്റവും വലിയ ഇൻഡസ്ട്രികളിൽ ഒന്ന് മയക്കുമരുന്ന് ഇൻഡസ്ട്രിയാണ്. $32 ബില്യൺ ഇൻഡസ്ട്രി എന്ന് ഐക്യരാഷ്ട്രസഭ തന്നെ അതിൻ്റെ വെബ്സൈറ്റിൽ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. അത്രയും വലിയൊരു ഇൻഡസ്ട്രിയാണ് മയക്കുമരുന്ന് ഇൻഡസ്ട്രി. ലോകത്ത് എവിടെയാണ് മയക്കുമരുന്നിന് അനുകൂലമായിട്ടൊരു നിയമമുള്ളത്? ഏതെങ്കിലും ഒരു രാജ്യം അതിനൊരു വ്യവസായമായി കാണുന്നുണ്ടോ? ഏതെങ്കിലും ഒരു രാജ്യം അതിനൊരു കൃഷിയായി കാണുന്നുണ്ടോ? ഇല്ലല്ലോ. ഒരു രാജ്യവും അതിനെ അംഗീകരിച്ചിട്ടില്ല. പക്ഷേ അത്ഭുതകരമാണ്, അതൊരു വലിയ ഇൻഡസ്ട്രി ആയിട്ട് നിൽക്കുന്നു. ഒരു രാജ്യത്തെയും നിയമം മയക്കുമരുന്നിനെ അനുകൂലിക്കുന്നില്ല, പക്ഷേ അത് എക്സിസ്റ്റ് ചെയ്യുന്നു. എന്ന് മാത്രമല്ല, പല ഈ പറയുന്ന ആഫ്രിക്കൻ രാജ്യങ്ങളുടെയും പ്രത്യേകിച്ച് നൈജീരിയയൊക്കെ പോലുള്ള രാജ്യങ്ങളുടെ ഈ സാമ്പത്തിക ഭദ്രത നിലനിർത്തുന്നത് തന്നെ അവിടുത്തെ ഈ മയക്കുമരുന്ന് മാഫിയകളാണ്. ആ ഇൻഡസ്ട്രിയാണ്, ഈ ഡ്രഗ് ഇൻഡസ്ട്രി എന്ന് പറയുന്നതാണ് അവരുടെ ഏറ്റവും വലിയ വരുമാനമായിട്ട് മാറിയിട്ടുള്ളത്, ആ സമ്പദ് വ്യവസ്ഥയുടെ നെടുന്തൂണായി മാറിയിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ ഈ ലോകം മുഴുവൻ വലിയ നിരീക്ഷണ സംവിധാനങ്ങൾ ഉണ്ടായിട്ട് കൂടിയും അദൃശ്യമായി ഇതിനെപ്പോഴും എല്ലായിടത്തും സഞ്ചരിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് ഒരു സർക്കാർ മെഷീനറി കൊണ്ടോ ഭരണകൂടത്തിൻ്റെ മെഷീനറി കൊണ്ടോ ഒന്നും തന്നെ നമുക്കത് ഇല്ലാതാക്കാൻ കഴിയില്ല. പിന്നെ എന്താണ് വേണ്ടത്? അതാണല്ലോ പ്രധാനപ്പെട്ട ചോദ്യം. അതാണ് ഈ സാമൂഹിക ജാഗ്രത എന്ന് പറയുന്നത്. ഇന്നിപ്പോൾ പല ഘട്ടങ്ങളിലും പ്രതിപക്ഷം സർക്കാരിന് വന്നിട്ടുള്ള വീഴ്ചകളെക്കുറിച്ച് പറയുന്നുണ്ട്. അത് ചൂണ്ടിക്കാണിക്കപ്പെടേണ്ടത് തന്നെയാണ്, ഒരു സംശയവുമില്ല. ഒരു നിയമസഭയുടെ വേദിയിൽ ഇത്തരം കാര്യങ്ങൾ ഉന്നയിക്കപ്പെടേണ്ടതുണ്ട്, തിരുത്തലുകൾ വരുത്തേണ്ടതുണ്ട്. ഒപ്പം തന്നെ മറ്റു ചില കാര്യങ്ങളും പറയുന്നുണ്ട്. അതായത് ഇന്ന് VD സതീശൻ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു വാക്കായിട്ട് അദ്ദേഹത്തിൻ്റെ പ്രസംഗം ഉപസംഹരിക്കുമ്പോൾ പറയുന്നത്, ഒരു പൊളിറ്റിക്കൽ പേട്രണേജും ഇക്കാര്യത്തിൽ ഉണ്ടാകരുത് എന്ന് പറയുന്നുണ്ട്. പ്രശ്നം എവിടെയാണെന്ന് വെച്ചാൽ, അതിനെ ഈ അന്നത്തെ DYFIയുടെ ഈ ജീവൻ രക്ഷാ പ്രവർത്തനം പോലുള്ള വാക്കുകളുണ്ടല്ലോ, നമ്മളത് വളരെ വിശദമായി ചർച്ച ചെയ്തു, നമ്മൾ അതിനെതിരുമാണ്. പക്ഷേ പ്രശ്നം എന്താ? ജീവൻ രക്ഷാ പ്രവർത്തനം എന്നുള്ള വാക്ക് ഉപയോഗിച്ചുകൊണ്ട് തർക്കിക്കേണ്ട ഒരു വിഷയമല്ല ഇത്. ഈ കൃപേഷിൻ്റെയും ശരത്ലാലിൻ്റെയും ധീരജിൻ്റെയും അരിൽ ഷുക്കൂറിൻ്റെയും വധം പറഞ്ഞുകൊണ്ട് തർക്കിക്കേണ്ട ഒരു വിഷയമല്ല ഇത്. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ സമൂഹത്തിൽ മറ്റു ക്രൈമുകൾ നടക്കുന്നുണ്ട്, രാഷ്ട്രീയ പാർട്ടികൾ, അങ്ങനെ ഒരു നറേഷൻ ഇപ്പോൾ രൂപപ്പെട്ട് വരുന്നുണ്ട്. ഇവിടുത്തെ യുവജന സംഘടനകൾ, ഇവിടുത്തെ വിദ്യാർത്ഥി സംഘടനകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മറ്റു കാര്യങ്ങൾ കൂടി കാണണ്ടേ? കാരണം അതൊന്നും മാറ്റിവെക്കേണ്ട കാര്യമില്ല. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ നാർക്കോട്ടിക്സ് എന്ന് പറയുന്നത്, ഈ മയക്കുമരുന്ന് എന്ന് പറയുന്നത് ഒരു വലിയ സോഷ്യൽ സെക്യൂരിറ്റി ഇഷ്യൂ ആണ്. അത്
സമൂഹത്തെ കാർന്നു നിന്നൊരു വലിയ ദുരന്തമാണ്. ഇപ്പം ഉടുത്ത പഞ്ചാബ് എന്ന് പറഞ്ഞിട്ട് 2016 ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ ആ സിനിമ കണ്ടിട്ടുള്ളതാണ്. പഞ്ചാബിലെ ജനജീവിതത്തെ എങ്ങനെയാണ് ഈ ഡ്രഗ്സ് മാറ്റിമറിക്കുന്നതെന്ന് നന്നായി ഡെപിക്റ്റ് ചെയ്തിട്ടുള്ളൊരു സിനിമയാണത്. അത് ഇപ്പോൾ ഈ പറയുന്ന കരീന കപൂർ, ആലിയ ഭട്ട്, ഷാഹിദ് കപൂർ ഒക്കെ അഭിനയിച്ചിട്ടുള്ള സിനിമയാണ്. ആ സിനിമ അവിടെ കാണിക്കുന്നതിനെതിരായിട്ട് എത്ര വലിയ ഹർജികൾ പോയി എന്നറിയാമോ? എത്ര സ്റ്റേ ഓർഡേഴ്സ് വന്നു എന്നറിയാമോ? 89 കട്ടുകളാണ് സെൻസർ ബോർഡ് നടത്തിയത്. എന്ന് വെച്ചാൽ പ്രശ്നം എന്ന് വെച്ചാൽ ഇത് പഞ്ചാബിനെതിരായിട്ടുള്ള ഒരു പ്രശ്നമായിട്ട് ഇത് അവതരിപ്പിക്കുന്നത്. അങ്ങനെയല്ലല്ലോ നമ്മളിത് കാണേണ്ടത്. ഇപ്പോൾ കേരളം മദ്യ ഉപഭോഗത്തിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്നു എന്ന് പറയുന്നത് നമുക്കൊരു മോശമാണെന്ന് പറയും, ശരിയാണ്. പക്ഷേ നമ്മൾ ആ വിഷയം അഡ്രസ്സ് ചെയ്യേണ്ടേ. ആ വിഷയം അഡ്രസ്സ് ചെയ്യുമ്പോൾ പൊതു താല്പര്യമായിരിക്കണം മുന്നിൽ നിൽക്കുന്നതെന്നാണ് എൻ്റെ അഭിപ്രായം. ഇവിടെ രാഷ്ട്രീയ കൊലപാതകങ്ങൾ, റാഗിങ് പോലുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ വിമർശിക്കണം, അതിനെയൊക്കെ നമ്മൾ തടുക്കണം. പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്താ? കുട്ടിക്കൊലപാതകികൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അത് വലിയ സിറ്റുവേഷൻ അല്ലേ? ഇന്നിപ്പം മുഖ്യമന്ത്രി പറയുന്ന ചില കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി നമ്മൾ കേൾക്കേണ്ടതുണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. ഒന്നാമത്തെ കാര്യം വെച്ചാൽ ഈ സർക്കാരിന് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളുടെ പരിമിതികൾക്കപ്പുറത്തേക്ക് ഒരു സൊസൈറ്റി എങ്ങനെ ജാഗ്രത പാലിക്കണം എന്നുള്ളതിനെക്കുറിച്ച് വിശദമായിട്ടാണ് അദ്ദേഹം പ്രസംഗിച്ചിരിക്കുന്നത്. അതിൽ വളരെ കൗതുകരമായിട്ടുള്ള കാര്യം അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്. വീട് എന്ന പെട്ടിയിൽ നിന്ന് കുട്ടി ഇറങ്ങുന്നു, എന്നിട്ട് സ്കൂൾ ബസ് എന്ന പെട്ടിയിലേക്ക് കയറുന്നു. സ്കൂൾ ബസ് എന്ന പെട്ടിയിൽ നിന്ന് കുട്ടി ഇറങ്ങുന്നു, എന്നിട്ട് ക്ലാസ് മുറി എന്ന് പറയുന്ന പെട്ടിയിൽ കയറുന്നു. തിരിച്ച് വീണ്ടും ഇതുപോലെ പാക്കിംഗ് ആണ്. എന്നിട്ട് ഈ കുട്ടി തിരിച്ച് വീട്ടിലേക്ക് വരുന്നു. ഈ വീട്ടിലേക്ക് വരുന്ന കുട്ടി ഒരൊറ്റയാൾ അറ്റൻഡ് ചെയ്യുന്നില്ല. അവർ സീരിയൽ കണ്ടുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ ലാപ്ടോപ്പിൽ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്നു. കുട്ടിയെ അറ്റൻഡ് ചെയ്യുന്ന പ്രശ്നമില്ല. ഇതൊരു പ്രശ്നമല്ലേ നമ്മുടെ സൊസൈറ്റിക്കകത്ത്? നമ്മൾ ഇത് സർക്കാരിന് അഡ്രസ്സ് ചെയ്യാൻ പറ്റുമോ? ഞാൻ പറയുന്നത് ഇതാണ് നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് പറ്റും? കുട്ടിക്കൊരു മൊബൈലൂടെ കയ്യിലോട്ട് കൊടുക്കും. പിന്നെ അവൻ്റെതായിട്ടുള്ള ഒരു ഡിജിറ്റൽ ലോകത്താണ്. അവിടെ ആരെങ്കിലും അതിനെ എതിർത്താൽ പിന്നെ അയാൾ വൈരാഗ്യത്തോടുകൂടി, ആ കുട്ടി വൈരാഗ്യത്തോടുകൂടിയാണ് ആളെ കാണുന്നത്. ഈ രീതിയിൽ വീടുകളിൽ നിന്ന് തന്നെ ഒരു ജാഗ്രതക്കുറവ് ആരംഭിക്കുന്നു. ആ ജാഗ്രതക്കുറവിൻ്റെ ഭാഗമായിട്ട് കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടപ്പെടാത്തൊരു സാഹചര്യത്തിലേക്ക് വരുന്നു. പിന്നെ മത്സരത്തിൻ്റെ ഒരു കാര്യം കൂടി അദ്ദേഹം പറയുന്നുണ്ട്. ആ മത്സരത്തിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്താ? എൻട്രൻസ് എക്സാമിനേഷന് വേണ്ടിയിട്ടാണ് മുഴുവൻ സമയവും കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ രീതിയിൽ ഓരോ പ്രായോഗിക പരീക്ഷകളിലേക്ക് കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയും അവരെ അവരുടേതായ രീതിയിൽ വളരാനും അവരുടെ താല്പര്യങ്ങളെ കണ്ടെത്തിക്കൊണ്ട് പ്രോത്സാഹിപ്പിക്കാനും ഒന്നും കഴിയാത്തൊരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അവർക്ക് ഈ ലോകവുമായൊരു കണക്റ്റുമില്ലാതായി പോകുന്നു. ലോകവുമായി കണക്റ്റ് ഉണ്ടാകാതിരുന്നുള്ള പ്രശ്നമാണിതൊക്കെ. അപ്പോൾ സ്വാഭാവികമായിട്ടും മറ്റൊരാളോടൊരു ദയ, സ്നേഹം, കാരുണ്യം, ഇഷ്ടം ഇതൊന്നുമില്ലാത്ത ആളുകളെയാണ് നമ്മൾ ഈ ഇൻക്യുബേറ്ററിൽ വെച്ച് വിരിയിച്ചെടുത്തുകൊണ്ടിരിക്കുന്നതെന്നേ. അപ്പോൾ ഈ പ്രശ്നത്തെ സമൂഹം പൊതുവായി അഡ്രസ്സ് ചെയ്യേണ്ട പ്രശ്നമാണ്. ഇതൊന്നും നമുക്ക് റെഗുലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല നിയമം കൊണ്ട്. നമുക്ക് നമ്മുടെ ചെക്ക് പോസ്റ്റുകളെ നിരീക്ഷണ സംവിധാനം ശക്തമാക്കാം. അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഇത് കടന്നു വരുന്നില്ല എന്ന് ഉറപ്പാക്കാം. അല്ലെങ്കിൽ ഇത് കൊണ്ടുവരുന്ന ആളുകളെ പിടിച്ച് ജയിലിലിടാം, അവർക്ക് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാം. വലിയ രീതിയിലുള്ള മോണിറ്ററിംഗ് സംവിധാനമൊക്കെ എല്ലാ സ്കൂളുകളിലും എല്ലാ പൊതുസ്ഥലങ്ങളിലും ഒക്കെ നമുക്ക് ഏർപ്പെടുത്താം. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഏത് മാനസിക നിലയിലാണ് നമ്മൾ കുട്ടികളെ വളർത്തിക്കൊണ്ടിരിക്കുന്നത്, അടുത്ത തലമുറയെ രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് അടിസ്ഥാനപരമായ ഒരു വിഷയമായിട്ട് വന്നിരിക്കുന്നത്. അതാണ് അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടത്. ആ വിഷയത്തിലേക്ക് കേരളം ഇന്ന് എത്തിച്ചേരുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതിനകത്ത് ഇന്നത്തെ നിയമസഭയിലെ ചർച്ച ഞാൻ പോസിറ്റീവായിട്ട് കാണുന്നു. ചില തർക്കങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ പോലും. മാത്രമല്ല സർക്കാരിൻ്റെ ഇനിഷ്യേറ്റീവിനോടൊപ്പം പ്രതിപക്ഷം നിൽക്കുമെന്ന് പറഞ്ഞതും വളരെ നല്ല കാര്യമായിട്ടാണ്. ഇതിനെ ഞാൻ എന്താണെന്ന് വെച്ചാൽ ഇന്നിപ്പം മാധ്യമങ്ങൾ, പ്രത്യേകിച്ച് ഇപ്പം റിപ്പോർട്ടർ TV ആണല്ലോ ആദ്യം വാർ അഗെയിൻസ്റ്റ് ഡ്രഗ്സ് എന്ന് പറഞ്ഞിട്ട് തുടങ്ങുന്നത്. ഈ വിഷയം ആരംഭിക്കുമ്പോൾ റിപ്പോർട്ടർ TV അത്തരത്തിലൊരു മുദ്രാവാക്യം വെച്ച് മുന്നോട്ട് വരുമ്പോൾ പിന്നെ നമ്മൾ കാണുന്നത് ഓരോ മാധ്യമങ്ങളും ആ വിഷയം ഏറ്റെടുക്കുന്നതാണ്. ആ ഓരോ മാധ്യമങ്ങളും വിഷയം ഏറ്റെടുത്ത അവസാനിക്കുന്നില്ല. പിന്നീട് ഓരോ ജനകീയ സംഘടനകളും ആ വിഷയം ഏറ്റെടുക്കുന്നതാണ് കണ്ടത്. പിന്നെ ഓരോ രാഷ്ട്രീയ സംഘടനകളും വിഷയം ഏറ്റെടുക്കുന്നതാണ് കണ്ടത്. ഏറ്റവും കൂടുതൽ റിപ്പോർട്ടറിനെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനകരമായിട്ടുള്ള കാര്യമാണ്. ഏറ്റവും ഒടുവിൽ ഇന്നിപ്പോൾ കേരളത്തിലെ സകല ജനപ്രതിനിധികളും നിന്നുകൊണ്ട് ഒരു നിയമസഭാ സമ്മേളനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസം പൂർണ്ണമായും ഈ വിഷയം ചർച്ച ചെയ്യാൻ വേണ്ടി എടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. ആ അർത്ഥത്തിൽ ഒരു സാമൂഹിക ജാഗ്രത രൂപപ്പെട്ടു വരാൻ ഈ മാധ്യമപ്രവർത്തനത്തിന് കഴിയുന്നുണ്ട്. റിപ്പോർട്ടർ TVക്ക് അത് കഴിഞ്ഞിട്ടുണ്ട്, നല്ല റോൾ വഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഓഫ് കോഴ്സ് അത് ഏറ്റെടുത്ത ജനങ്ങളോട് നമുക്ക് നന്ദിയുണ്ട്. ഇന്ന് ജനങ്ങൾ ഈ വിഷയം ഒരു വളരെ പ്രധാനപ്പെട്ട പ്രശ്നമായി കാണുന്നു. ഞാൻ വിചാരിക്കുന്ന അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ വീടുകളിലും ഇത് സംഭവിക്കാം, നമ്മുടെ മക്കളിലേക്കും ഇത് എത്തിച്ചേരാം എന്നുള്ളൊരു ബോധത്തിലേക്ക് രക്ഷകർത്താക്കളും കുടുംബത്തിലുള്ളവരും എത്തിച്ചേർന്നു കഴിഞ്ഞിരിക്കുന്നു കേരളത്തിൽ നിന്നുള്ളൊരു പോസിറ്റീവായ കാര്യമല്ലേ? ആ പോസിറ്റീവായ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിതിനെ ശക്തമായി പ്രതിരോധിക്കാൻ കഴിയും. അക്കാര്യത്തിലൊന്നും ഒരു സംശയവും എനിക്കില്ല. കാരണം വലിയ മഹാമാരികളും മഹാദുരന്തങ്ങളും ഉണ്ടായപ്പോൾ ലോകത്തിന് മാതൃകയാകുന്ന വിധത്തിൽ പ്രവർത്തിക്കുകയും ഐക്യപ്പെട്ടു നിൽക്കുകയും ചെയ്തിട്ടുള്ള ജനങ്ങളാണ് കേരളത്തിലെ ജനങ്ങളെന്ന് പറയുന്നത്. അതുകൊണ്ട് ഇക്കാര്യത്തിലും എനിക്കൊരു സംശയമില്ല. ഞാൻ വളരെ പോസിറ്റീവായിട്ടാണ് ഇന്ന് നടന്ന നിയമസഭയിലെ ചർച്ചയും ഈ ദിവസങ്ങളെല്ലാം മാധ്യമങ്ങളിൽ നടന്ന ചർച്ചയും ഇനി നടക്കാനിരിക്കുന്ന ചർച്ചകളെയും കാണുന്നത്. അത് നിശ്ചയമായും സംസ്ഥാനത്ത് ഈ പറയുന്ന ഡ്രഗ് മാഫിയയ്ക്കെതിരായിട്ട്, ഈ വലിയ ദുരന്തത്തിനെതിരായിട്ട് ഒരു ഐക്യം രൂപപ്പെടുത്തും. അതൊരു വലിയ പ്രതിരോധം സൃഷ്ടിക്കും. നമ്മൾ ഈ മഹാദുരന്തത്തെ മറികടക്കും, ഒന്നിച്ച് നിന്ന് തന്നെ മറികടക്കും എന്ന ശുഭാപ്തി വിശ്വാസമാണ് ഇക്കാര്യത്തിൽ എനിക്കുള്ളത്. ഒരുമിച്ച് നേരിടേണ്ടേ എന്നാണ് ചോദ്യം. സ്മൃതി, ഒരുമിച്ച് നേരിടേണ്ടതാണ്, അതിലൊരു സംശയമില്ല. നമ്മൾ തുടങ്ങി വെച്ച ഒരു യുദ്ധം, ആ യുദ്ധം കേരളമാകെ ഏറ്റെടുക്കുന്നു, സർക്കാരും ഏറ്റെടുക്കുന്നു എന്നുള്ളതാണ് കാണേണ്ടത്. നമ്മൾ ഈ ലഹരി മാഫിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നമ്മൾ നടത്തുന്ന രണ്ടാമത്തെ മൂന്നാമത്തെ ചർച്ചയാണെന്ന് തോന്നുന്നു. ചില കൊലപാതകങ്ങളുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ആദ്യം ചർച്ച ചെയ്തത്. അപ്പോൾ ഇപ്പോൾ നടന്നിരിക്കുന്ന ഒരുപാട് കൊലപാതകങ്ങളിൽ അതിൽ ലഹരിയുടെ സ്വാധീനം എത്രത്തോളം ഉണ്ട് എന്നതാണല്ലോ ഈ ഒരു ആത്യന്തികമായി ഒരു
പെട്ടെന്നൊരു നടപടിയിലേക്ക് എത്തിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്ന് മാതൃഭൂമി പത്രത്തിൽ ആദ്യ പേജിൽ തന്നെ കൊടുത്തിരിക്കുന്ന കണക്ക് കേരളത്തിൽ 2 മാസത്തിനിടെ നടന്ന 63 കൊലപാതകങ്ങളിൽ 30നും ലഹരി ബന്ധം എന്നുള്ളതാണ്. 50%. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഇപ്പോൾ വരുന്ന റാഗിംഗ് കേസുകളായാലും, അത് കൊലപാതകമല്ല, റാഗിംഗ് കേസുകളായാലും അതിലൊക്കെ തന്നെയും ലഹരിയുടെ സാന്നിധ്യം നമുക്ക് കാണാം. ഇന്നിപ്പോൾ സഭയിൽ നടന്ന ചർച്ചയിൽ മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ന വിളിയിൽ വന്ന ഒരു ഏറ്റുമുട്ടലിൻ്റെ സ്വഭാവത്തിലേക്കൊക്കെ വരുമ്പോഴും മുൻ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ ഒരു കാര്യം 9 കൊല്ലം നിങ്ങൾ എന്ത് ചെയ്യുകയായിരുന്നു എന്നുള്ളതാണ്. 9 കൊല്ലത്തിനിടയ്ക്കാണ് കോവിഡ് ഉണ്ടായിട്ടുള്ളത്. അതിനുശേഷം നടന്നിരിക്കുന്ന കാലത്തെ വേറെ തന്നെയായി കാണേണ്ടതുണ്ട്. 9 കൊല്ലം മുമ്പ് ഇവിടെ സ്വർഗമായിരുന്നു എന്ന് പറയാൻ പറ്റില്ല. 9 കൊല്ലത്തിനിടയ്ക്ക് എന്തൊക്കെ സംഭവിച്ചു? കോവിഡ് സംഭവിച്ചു. കോവിഡിന് ശേഷം ആളുകളുടെ ലോകം എത്രത്തോളം ചുരുങ്ങി. ഇപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞ പെട്ടി പ്രയോഗം, വീടെന്ന പെട്ടിയിൽ നിന്ന് സ്കൂൾ എന്ന പെട്ടിയിലേക്കും സ്കൂൾ ബസ് എന്ന പെട്ടി എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അവസാനം എത്തിച്ചേരുന്നത് എന്താണ്? മൊബൈൽ എന്ന പെട്ടിയിലാണ്. ഈ കോവിഡ് കാലത്ത് ആ പെട്ടിയിൽ മാത്രമായി ചുരുങ്ങിയാണ്. കണ്ണുകൾ അതിൽ മാത്രമാണ്. അവരുടെ ലോകം അതുമായി മാത്രമായി ചുരുങ്ങിയാണ്. ആ ലോകം വിശാലമാണ് താനും. പുറമേക്ക് കാണുന്ന പോലെ അതിവിശാലമായ ലോകമാണ്. ഒരു തരത്തിലുള്ള തടസ്സങ്ങളും ഇല്ലാത്ത ലോകത്തിലേക്ക് കുട്ടികൾ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അവിടെ ഡാർക്ക് വെബുകളുണ്ട്. അവിടെ എങ്ങനെയൊക്കെ മയക്കുമരുന്നുകൾ കിട്ടും എന്നുള്ള ഒരു വിവരങ്ങൾ കിട്ടുന്നു. അതോടൊപ്പം എങ്ങനെയൊക്കെ ആക്രമണം നടത്താം, എതിരാളികളെ ഇല്ലാതാക്കാം എന്നുള്ളതിൻ്റെ ക്ലാസ്സുകൾ കിട്ടുന്നു. ഈ തരത്തിൽ അതിൻ്റെ ഒരു സ്വാധീനം വലിയ രൂപത്തിലുണ്ട്. പ്രതിപക്ഷ നേതാവ് സഭയിൽ പറഞ്ഞ മറ്റൊരു കാര്യം എന്നുള്ളത്, ഒരു ടീച്ചർ ഓടി വന്ന് തൻ്റെ അടുത്ത് പറഞ്ഞൊരു ആശങ്കയാണ്. ഒരു ക്ലാസ്സിൽ മോശമായി പെരുമാറിയ കുട്ടിയോട് നാളെ പേരൻറ്റിനെ കൊണ്ടേ വരാൻ പാടുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ, ഇല്ലെങ്കിൽ നീ എന്ത് ചെയ്യും തള്ളേ എന്ന് ചോദിച്ചു. എന്നുള്ള ആ ഭീഷണി കേട്ട് ടീച്ചർ പേടിച്ചിട്ട്, പ്രതിപക്ഷ നേതാവിന് പരിചയമുള്ള സ്ത്രീ ആയിരിക്കണം, ആ ടീച്ചർ പോയി പറയുകയാണ്. അപ്പോൾ അതാണ് ഒരു പ്രതികരണ രീതി. അതാണ്. അതിൽ ബഹുമാനമില്ല, പരസ്പര സ്നേഹമില്ല, കരുതലില്ല, കരുണയില്ല, ഒന്നുമില്ല. ആ രൂപത്തിലേക്ക് വിദ്യാർത്ഥി സമൂഹം മാറുന്നുണ്ട് എന്നുള്ളതാണ് ആശങ്കപ്പെടേണ്ടത്. അപ്പോൾ ഇത് രാഷ്ട്രീയേതരമായി കാണും. ഇതിപ്പോൾ ലഹരി മാത്രമല്ല, അക്രമത്തെയും ലഹരിയെയും എങ്ങനെ നേരിടുന്നു എന്നുള്ളതാണല്ലോ. അപ്പോൾ അക്രമത്തെ ഈ തരത്തിൽ പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കുന്ന പോലെ ഈ 9 വർഷത്തിനിടയ്ക്കാണ് ഈ നവകേരള യാത്രയിൽ നടന്നിരിക്കുന്ന അക്രമ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഭരണപക്ഷത്തെ പാർട്ടിയിലെ യുവജന സംഘടനകളായാലും അതിൽ പങ്കാളികളായാലും അതിനോട് എടുക്കുന്ന സമീപനം പ്രധാനപ്പെട്ട വിഷയമാണ്. അത് പ്രതിപക്ഷം ഇന്ന് പ്രതിപക്ഷത്തിൻ്റെ ഭാഗമായി ഇത് ചൂണ്ടിക്കാണിക്കുമ്പോഴും അതിനെ അങ്ങനെയല്ല, താൻ പറഞ്ഞത് തെറ്റിപ്പോയി എന്ന രൂപത്തിലേക്ക് മുഖ്യമന്ത്രി എത്തേണ്ടിയിരുന്നു. ഇത് ഈ സാഹചര്യത്തിൽ നടന്നിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അതിൽ ലഹരിയുടെ സാന്നിധ്യമൊന്നും നമ്മൾ പറയുന്നില്ലെങ്കിൽ കൂടി അക്രമത്തോടും ലഹരിയോടും രാഷ്ട്രീയത്തിനതീതമായ നിലപാടെടുക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അത് അപ്പുറത്തെ പാർട്ടിയിലെ ആളല്ലേ എന്ന രൂപത്തിൽ ആഘോഷിക്കുക എന്ന രൂപത്തിലല്ല അതിനെ കാണേണ്ടത്. അത് കഞ്ചാവ് എന്നൊന്നല്ലല്ലോ, ഇപ്പോൾ കഞ്ചാവൊന്നുമല്ലല്ലോ, അതിനേക്കാൾ അപ്പുറം രാസലഹരിയിലേക്ക് എത്തിയിരിക്കുന്നു. ഇപ്പോൾ കേരളത്തെ മറ്റ് സംസ്ഥാനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ പഞ്ചാബിലാണ് ഏറ്റവും കൂടുതൽ ലഹരി ഉള്ളത് എന്ന് പറയും, ലഹരി ഉപഭോഗമുള്ളത് എന്ന് പറയുമ്പോഴും നമ്മുടെ ഇവിടെ അറസ്റ്റ് ചെയ്യുന്നതിൻ്റെയും ഈ പിടികൂടുന്നതിൻ്റെയൊക്കെ കണക്ക് കൂടുതൽ വലുതാണ്. നമ്മളതിലേക്ക് കൂടുതൽ കടക്കുന്നു എന്നുള്ളതുകൊണ്ടാണ്. പക്ഷേ ഇത് ഒരു കണ്ണിയാണ്. ഈ കണ്ണി എന്ന് പറയുമ്പോൾ സർക്കാരും പ്രതിപക്ഷവും യുവജന സംഘടനകളും മാത്രമല്ല, സ്കൂളുകൾ, അധ്യാപകർ, വിദ്യാർത്ഥികൾ, നാട്ടിലെ ജനങ്ങൾ, രക്ഷകർത്താക്കൾ, ഇതൊക്കെ ഈ കണ്ണി എവിടെയും മുറിഞ്ഞു പോകാൻ പാടില്ല. ആ കണ്ണി എവിടെ നിന്ന് തുടങ്ങണം എന്നുള്ളത് ഓരോരുത്തരും അവരിൽ നിന്ന് തന്നെ ആലോചിക്കേണ്ടത്, എവിടെ നിന്ന് തുടങ്ങണം എന്നുള്ളത്. ഇന്ന് പ്രതിപക്ഷ നേതാവ് സഭയിൽ പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്. ഈ കോളേജ് ഹോസ്റ്റലുകളിലെ വാർഡന്മാർ എന്ത് ചെയ്യുന്നു? ഈ ഹോസ്റ്റലുകൾ കേന്ദ്രീകരിച്ചൊരു പരിശോധന നടക്കുന്നുണ്ട്. ഇപ്പോൾ എല്ലായിടത്തും പരിശോധന നടക്കുന്നുണ്ടെന്നല്ലേ പറയുന്നത്. ഹോസ്റ്റലുകൾ കേന്ദ്രീകരിച്ച് അങ്ങനെ ഒരു പരിശോധന നടക്കുന്നുണ്ടോ? ഹോസ്റ്റലുകൾ കേന്ദ്രീകരിച്ച് പരിശോധന നടക്കുമ്പോൾ അതിൽ വിദ്യാർത്ഥികൾ മാത്രമാണോ കുടുങ്ങുക? അല്ല, അധ്യാപകർ വരെ അതിൻ്റെ ഭാഗമാകുന്നുണ്ട്. അപ്പോൾ ആ നിലയ്ക്കുള്ളൊരു പരിശോധനയിലേക്ക് കടക്കേണ്ടതുണ്ട്. അപ്പോൾ ചില സ്ഥലങ്ങളിൽ അത് ഉപദേശത്തിൻ്റെ രൂപത്തിലായിരിക്കാം, ചില സ്ഥലങ്ങളിൽ ഇതിൽ കർക്കശമായ നടപടികളിലേക്കാണ് പോകേണ്ടത്. അപ്പോൾ പല തലത്തിൽ പല രൂപത്തിലാണ് അതിനെ നേരിടേണ്ടത്. ഇനി അതിൽ കുടുങ്ങിപ്പോയ വിദ്യാർത്ഥികളെ പുറത്തേക്ക് എത്തിക്കേണ്ടത്, അവരുടെ പേര് വിവരങ്ങൾ പുറത്തേക്ക് വിട്ടുകൊണ്ട് അവരെ അങ്ങ് തീർക്കുക എന്ന ഉദ്ദേശത്തിലാവരുത്. അവരെ അതിൽ നിന്നും പുറത്തു കടക്കാൻ എങ്ങനെ സഹായിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ വിമുക്തി എന്ന സംവിധാനം ഇവിടെ പ്രവർത്തിക്കുന്നതിൻ്റെ പരിമിതികൾ ഇന്ന് പത്രത്തിൽ ഉണ്ട്. ആ പരിമിതികൾ ഉണ്ട് എന്നുള്ള കാര്യം എക്സൈസ് മന്ത്രിയെ സംബന്ധിക്കുന്നത് മറികടക്കാനുള്ള ശ്രമങ്ങൾ നടത്തും. അത് പണമായിട്ടാണ്, അവർക്ക് കിട്ടുന്ന ഫണ്ടിൻ്റെ കാര്യമായിട്ടാണ്. പോകാൻ ഒരു വാഹനത്തിൽ പെട്രോൾ അടിക്കാൻ, ഇപ്പോൾ വനംവകുപ്പിന് പറയുന്ന പോലെ പെട്രോൾ അടിക്കാൻ ഇവർ തന്നെ, എക്സൈസ് ഉദ്യോഗസ്ഥർ തന്നെ പണമെടുക്കേണ്ട സാഹചര്യം ഉണ്ടാകുന്നു. പലയിടത്തും കോർഡിനേറ്റർമാരില്ല. ഈ പ്രശ്നമൊക്കെ വളരെ വേഗത്തിൽ അഡ്രസ്സ് ചെയ്യേണ്ടതാണ്. ഇത് അടിയന്തര സ്വഭാവത്തിലുള്ള വിഷയമാണ് എന്ന രൂപത്തിൽ തന്നെ അത് നേരിടേണ്ടതുണ്ട്. ഭരണപ്രതിപക്ഷം ഒരുമിച്ച് നീങ്ങുമെന്നുള്ളതാണ് ചർച്ചയുടെ ആത്യന്തമായി ഉണ്ടായിരിക്കുന്ന തീരുമാനം. അവിടെ ഈ പറയുന്ന കുട്ടികൾ എങ്ങനെയൊക്കെ പ്രതികരിക്കുന്നു. ഇപ്പോൾ ഈ ഷാബാസിൻ്റെ കേസ് തന്നെ നോക്കൂ. ഷാബാസിൻ്റെ കേസിൽ ആ പിതാവ് പറയുന്ന ഒരു ആശങ്കയുണ്ട്. ഇപ്പോൾ രാഷ്ട്രീയമായി നോക്കുന്നില്ല എന്നൊക്കെ പറയുമ്പോഴും ആ പിതാവ് ആശങ്കപ്പെടുന്നത് ഇപ്പോൾ എന്താണ്, നിയമത്തോട്
സഹകരിക്കാത്ത നിയമത്തോട് പൊരുത്തപ്പെടാത്ത കുട്ടി, ചൈൽഡ് ഇൻ കോൺഫ്ലിക്റ്റ് വിത്ത്. ശരി, അപ്പോൾ അങ്ങനെ ഒരു കുട്ടിയുടെ, അതിൽ ഒന്നാം പ്രതി എന്ന് കരുതുന്ന കുട്ടിയാണല്ലോ, ആ കുട്ടിയുടെ പിതാവിന് ക്രിമിനൽ കേസ് പ്രതിയുമായിട്ടുള്ള ബന്ധം അല്ലെങ്കിൽ TP കേസ് പ്രതിക്കൊപ്പമുള്ള പടം മാത്രമല്ല, ആ ക്രൈം അവിടെ നടക്കുമ്പോൾ അയാൾ അവിടെ സാക്ഷിയായിരുന്നു എന്ന് പറയുന്നു. ഈ ഉപയോഗിച്ചിരിക്കുന്ന നഞ്ചക്കെന്ന ആയുധം ഇയാളെ വീട്ടിൽ നിന്ന് കണ്ടെത്തുന്നു. ഇത് മകന് കൊടുത്തത് ഇയാളാണെന്ന് പറയുന്നു. അപ്പോൾ ആ പരിശോധനയിലേക്കൊക്കെ പോകുമോ, അയാളെ കൂടി പ്രതി ചേർക്കുമെന്ന് പറയുന്നുണ്ട്. പക്ഷേ അതിലേക്ക് എത്തിയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതൊക്കെ ഈ പിതാവിനെ സംബന്ധിച്ച് ആശങ്കപ്പെടുത്തുന്നുണ്ട്. ഇന്ന് അച്ഛൻ ചോദിക്കുന്നത്, ആ പട്ടികയിലുള്ള 5 പേരും പരീക്ഷ എഴുതി. എൻ്റെ മകനും ഇന്ന് ആ മലയാളം പരീക്ഷ എഴുതേണ്ടതാണ്. ഉമ്മയുടെ അനുഗ്രഹം മേടിച്ചെന്ന് പരീക്ഷയ്ക്ക് പോകേണ്ട കുട്ടിയാണ്. നെഞ്ച് പിടഞ്ഞുകൊണ്ടാണ് ആ പിതാവ് നമ്മുടെ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. അതിനെ ആ രൂപത്തിൽ തന്നെ ഉൾക്കൊള്ളേണ്ടതുണ്ട്. അപ്പോൾ ആ പിതാവ് സംശയിക്കുന്നത് രാഷ്ട്രീയ ഒരു സംരക്ഷണം ആ പ്രതിക്ക് കിട്ടുമോ, ആ കുടുംബത്തിന് കിട്ടുമോ എന്നുള്ളതാണ് അവരുടെ സംശയം. അതെന്തുകൊണ്ടാണ് വരുന്നത്? കാരണം ഇത് രാഷ്ട്രീയപരമായി നേരിടുമെന്നൊക്കെ പുറത്തേക്ക് പറയുന്നെങ്കിലും ആ കുടുംബത്തിനെ നേരിട്ട് ചെന്ന് കണ്ട് അങ്ങനെ ഒരു ഉറപ്പ് അവർക്ക് ലഭിച്ചിട്ടില്ല. അത് പ്രധാനമാണ്. അങ്ങനെ കൊടുക്കേണ്ടതുണ്ട് ആ ഉറപ്പ്. ആ കുഞ്ഞിൻ്റെ കുടുംബത്തിന് അങ്ങനെ ഒരു ഉറപ്പ് സർക്കാർ നൽകേണ്ടിയിരുന്നു. അങ്ങനെയൊന്നും സംഭവിക്കാത്തതുകൊണ്ടാണ് അങ്ങനെ ഒരു പ്രതികരണം വരുന്നത്. ഇനിയും സമയമുണ്ട്. അവരിപ്പോഴും കാത്തിരിക്കുന്നു നടപടികൾക്കായി, നീതി ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത്. അപ്പോൾ ഇത്തരം ചെറിയ ചെറിയ കാര്യങ്ങളാണെന്ന് തോന്നുന്ന അല്ലെങ്കിൽ അവഗണിക്കുന്ന ഈ കാര്യങ്ങൾ കൂടി ചെയ്താൽ മാത്രമേ അതിൽ വിശ്വാസ്യത വരികയുള്ളൂ. അതുകൂടി ചെയ്യേണ്ടതുണ്ട്. ഷാബാസിൻ്റെ കേസിൽ നമ്മൾ കണ്ടതാണ്, ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി ഈ സംഘർഷത്തിന് മുമ്പ് ഒരു തീരുമാനം എടുക്കുന്നു. സംഘർഷത്തിന് ശേഷം അവർ നടത്തിയ പ്രതികരണം, ആ കുട്ടിയെ അതിക്രൂരമായി മരണത്തിലേക്ക് തള്ളിവിട്ട ശേഷം കണ്ണില്ലാതെ കിടക്കുകയാണ്, അവരൊന്നും ഇനി രക്ഷപ്പെടില്ല എന്ന് പറയും. കൂട്ടത്തോടെ ആക്രമിച്ചാൽ ആരും കേസിൽ പ്രതികളാകില്ല എന്ന് പറയുകയൊക്കെ ചെയ്യുന്നുള്ള ഒരു ധൈര്യമുണ്ടല്ലോ, ആ ധൈര്യം എവിടെ നിന്ന് വരുന്നതാണ്? ലഹരിയിൽ നിന്ന് വരുന്നതാണ്. അപ്പോൾ അത് കണ്ടെത്തുകയും അതിനെ നേരിടാനും ഇനി ഒരു നിമിഷം പോലും ഇനി ബാക്കിയില്ല അതിൽ മുന്നോട്ട് പോകാനെന്നുള്ളതാണ്. വേണ്ട നടപടികളിലേക്ക് ഒരുമിച്ച് പോകേണ്ടത്. അത് മാത്രമല്ല, ആരോഗ്യകരമായി വിദ്യാർത്ഥികളുടെ അവരെ ഒരു വേറൊന്നിലേക്ക് തിരിച്ചുവിടേണ്ടതുണ്ടല്ലോ. അത് സ്പോർട്സാണ് ഏറ്റവും പ്രധാനപ്പെട്ടമായി പറയുന്നത്. അപ്പോൾ ഈ ഗ്രൗണ്ടുകൾ എത്രത്തോളമുണ്ട്, ഈ സ്വിമ്മിംഗ് പൂളിൽ എത്രത്തോളമുണ്ട്, അതിലേക്ക് താല്പര്യം ഉണ്ടാക്കാൻ എന്തൊക്കെ ചെയ്യുന്നു എന്നൊക്കെയുള്ള വിഷയം അവിടെ നിൽക്കുന്നു. ഈ നായ്ക്കുരണപ്പൊടി പെൺകുട്ടിക്ക് മേൽ വിതറി എന്നുള്ള കേസ് നമ്മൾ കാക്കനാട് സ്കൂളിൽ നിന്ന്, ഗവൺമെൻറ് സ്കൂളാണ്, അവിടെ നിന്ന് കേൾക്കുമ്പോൾ ഒരു പെൺകുട്ടിക്ക് നേരെയാണ് അത് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ അധ്യാപകരാണ് അതിനോട് പരിഹസിച്ച് ചിരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവരൊക്കെ എന്താണ് ചെയ്യുന്നത്? ഈ അധ്യാപകർക്ക് ഇതിന് യോഗ്യതയുണ്ടോ? ഈ സ്കൂൾ സംവിധാനങ്ങൾക്ക് എത്രത്തോളം കുട്ടികളെ ഉപദേശിക്കാൻ യോഗ്യതയുണ്ട്? ഇതൊക്കെ തന്നെ പരിശോധിക്കേണ്ടതാണ്. ഓരോ സ്കൂളുമായി ഓരോ വീടുമായും ചേർന്ന് പ്രവർത്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. അതിൽ യുവജന സംഘടനകളുടെ പങ്ക് വളരെ പ്രധാനമാണ്. അവർ മറ്റ് വ്യത്യാസങ്ങളൊക്കെ മറന്ന് ഇറങ്ങേണ്ട സമയമായിരിക്കും. NV കൃഷ്ണവാര്യർ എഴുതിയ കവിതയിൽ പറയുന്നില്ലേ, എങ്ങു മനുഷ്യനു ചങ്ങല കൈകളിൽ അങ്ങൻ കയ്യുകൾ നൊന്തിയിടുകയാണ്, എങ്ങോ മർദ്ദനം അവിടെ പ്രഹരം വീഴുവതെൻ്റെ പുറത്താകുന്നു എന്നെഴുതി NV കൃഷ്ണവാര്യരുടെ കവിതയുടെ കാലത്ത് നിന്നും അവൻ്റെ കണ്ണ് കണ്ടില്ലേ, ആ കണ്ണില്ല എന്നൊരു കുട്ടി ഒരു സഹപാഠിയെക്കുറിച്ച് പറയുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ മാറ്റം എന്നുള്ളത് നമ്മൾ വളരെ പെട്ടെന്ന് മാറിയതല്ല എന്നുള്ളൊരു തിരിച്ചറിവാണ് നമുക്കുണ്ടാവേണ്ടത്. ഇന്ന് നിയമസഭയിൽ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും എല്ലാം സംസാരിക്കുമ്പോൾ അത് പൂർണ്ണമായും അത് കേട്ടിരിക്കുമ്പോൾ അത് കേരളം കേൾക്കേണ്ടിയിരുന്ന ഒരു ചർച്ചയായിരുന്നു ഇന്ന് നിയമസഭയിൽ യഥാർത്ഥത്തിൽ നടന്നത്. നമ്മളടക്കം ചാനലുകളെല്ലാം തന്നെ പ്രധാനപ്പെട്ട ഭാഗങ്ങളെല്ലാം തത്സമയം സംപ്രേഷണം ചെയ്തു. എന്താണ് മുഖ്യമന്ത്രി പ്രസംഗിച്ചത്? മുഖ്യമന്ത്രിയുടെ ആ പ്രസംഗത്തിൻ്റെ വെർബാറ്റം ഒരിക്കൽ കൂടി ഇത് കേട്ടിട്ടില്ലാത്തവർ വായിക്കണം. പ്രതിപക്ഷ നേതാവ് പറഞ്ഞ ആശയങ്ങൾ കേൾക്കുകയും വേണം. അതിൽ 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് എനിക്ക് പ്രേക്ഷകരുടെ മുന്നിൽ പറയാനുള്ളത്. ഒന്ന്, ഈ മാറ്റം എന്ന് പറയുന്നത്, എവിടെയോ ഒരു രാജ്യത്തിരിക്കുന്നൊരു മനുഷ്യൻ്റെ പുറത്ത് ഒരു മർദ്ദനമുണ്ടാകുമ്പോൾ എൻ്റെ ശരീരത്ത് പ്രഹരമുണ്ടാകുന്നു എന്ന തോന്നലുണ്ടാകാൻ ഈ കുട്ടിയെ നമ്മൾ എന്താണ് പഠിപ്പിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞതും അതാണ്. നേരത്തെ ഉണ്ണി ബാലകൃഷ്ണൻ സൂചിപ്പിച്ചതുപോലെ മുഖ്യമന്ത്രി പെട്ടിയുടെ ഉപമ വെച്ച് സൂചിപ്പിച്ചത് കുട്ടിയുടെ അനാഥത്വത്തെക്കുറിച്ചാണ്. 2 കാര്യങ്ങളാണ് പ്രധാനമായും. ഒന്ന്, മാറുന്ന സാമൂഹിക സാമ്പത്തിക സാഹചര്യങ്ങൾ കുട്ടിയെ മാറ്റുന്നുണ്ട്, സാമൂഹിക അന്തരീക്ഷത്തെ മാറ്റുന്നുണ്ട്. മുഖ്യമന്ത്രി പറഞ്ഞു തുടങ്ങുന്നത് 1999 അമേരിക്കയിലെ കൊളറാഡോയിലാണ് 12 കുട്ടികളെയും ഒരു അധ്യാപകനെയും വെടിവെച്ചു കൊന്നൊരു കുട്ടിയുടെ വാർത്ത അന്ന് ഞെട്ടലോടെയാണ് കേട്ടത്. പക്ഷേ പിന്നീട് അമേരിക്കയിൽ നിത്യസംഭവമായി. വെർജീനിയയിൽ, ഫ്ലോറിഡയിൽ, ടെക്സസിൽ പലയിടങ്ങളിൽ അമേരിക്കയിൽ കുട്ടികൾ തോക്കുമായി ക്ലാസ് മുറികളിലേക്ക് വരികയും സഹപാഠികളെ വെടിവെച്ചിടുകയും ചെയ്തത് കണ്ടു. അന്നെല്ലാം നമ്മൾ ഇവിടെ നിന്ന് പറഞ്ഞു അത് സംഭവിച്ചത് അമേരിക്കയിലല്ലേ, അത് സംഭവിച്ചത് കാലിഫോർണിയയിലല്ലേ, അവിടെ കുടുംബ ബന്ധങ്ങൾ തകർന്നതാണ് അതിൻ്റെ കാരണം, കുട്ടികൾ അനാഥത്വം പേറുന്നു എന്നാണ് അന്ന് നമ്മളെല്ലാവരും നിഗമനത്തിലെത്തിയത്. സാമൂഹിക ബന്ധങ്ങൾ സുരക്ഷിതമല്ലാത്ത കാലത്ത് തോക്ക് ലൈസൻസ് സുലഭ
സുലഭമായി കിട്ടുന്ന അമേരിക്കയിൽ അത് സംഭവിക്കും, നമ്മുടെ നാട്ടിൽ അങ്ങനെയല്ലല്ലോ എന്ന് നമ്മൾ അന്ന് മേനി പൂണ്ടവരാണ്. കാരണം ആ സമയങ്ങളിൽ നമ്മുടെ കുടുംബത്തിലെ ജീവിതത്തിൻ്റെ ഭദ്രത ആ രീതിയിൽ താളം തെറ്റിയിരുന്നില്ല എന്നാണ് മനസ്സിലാകുന്നത്. ഇത്രമേൽ മത്സരാധിഷ്ഠിതമായി നമ്മുടെ സമൂഹം മാറിയിരുന്നില്ല. ഒരു കുട്ടി തോറ്റുപോകുന്ന കുട്ടിക്ക് തിരിച്ചു വീട്ടിൽ വരുമ്പോൾ അവൻ്റെ സങ്കടമൊന്ന് പറയാനും അവൻ്റെ തോളത്ത് തട്ടാനും അവനെ ഒന്ന് ചേർത്ത് പിടിച്ച് അടുക്കളയിൽ കൊണ്ടുപോയി ഭക്ഷണം വാരി കൊടുക്കാനും ഒരു മുത്തശ്ശനും ഉണ്ടായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അവിടെ നിന്നും ന്യൂക്ലിയർ ഫാമിലിയുടെ ഒരു ലോകത്തേക്ക് മാറുകയും 2 കുട്ടികൾ എന്നുള്ളത് ഒരു കുടുംബത്തിൻ്റെ പ്രതീക്ഷയായി വളരുകയും അവനിൽ വലിയ പ്രതീക്ഷയുടെ മൂലധനവും വലിയ ഭാരവും ഏൽപ്പിച്ചു തുടങ്ങുകയും ചെയ്തപ്പോഴാണ് ഈ പെട്ടി സങ്കല്പമായി നമ്മൾ മാറുന്നത്. മുഖ്യമന്ത്രി പറഞ്ഞ വാചകങ്ങൾ നേരത്തെ പറഞ്ഞത് ഒരിക്കൽ കൂടി നമ്മൾ കേൾക്കേണ്ടതുണ്ട്. വീടിൻ്റെ കിടപ്പുമുറി എന്ന പെട്ടിയിൽ നിന്ന്, വീടെന്ന പെട്ടിയിൽ നിന്ന്, അവിടെ നിന്ന് സ്കൂൾ ബസ് എന്ന പെട്ടിയിലേക്ക്, അവിടെ നിന്ന് ക്ലാസ് മുറിയിൽ എന്ന പെട്ടിയിൽ നിന്ന് ഒടുവിൽ മൊബൈൽ ഫോൺ എന്ന ചതുരത്തിലേക്ക് മാറുന്നത് കുട്ടിയുടെ അനാഥത്വമാണ്. കുട്ടിയെ ശ്രദ്ധിക്കാൻ ആരുമില്ലാത്ത അവസ്ഥയുണ്ടാവുന്നു, കുട്ടിക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥയുണ്ടാവുന്നു, കുട്ടി വായനശാല കണ്ടിട്ടില്ല എന്നുള്ളതാണ്. ഞങ്ങളുടെ നാട്ടിൽ ഒരിടത്ത് ഒരു പരിപാടി നടത്താൻ പോകുമ്പോൾ അവിടെ ഒരു വായനശാലയെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ കുട്ടികളിൽ 90% പേർക്ക് ആ വായനശാല എവിടെയാണെന്ന് അറിയുന്നില്ല. കുട്ടി വായനശാലയിൽ പോകുന്നില്ല, പുസ്തകങ്ങൾ വായിക്കുന്നില്ല, കവിതകൾ അറിയുന്നില്ല. ഇത് കുട്ടി മനസ്സിലാക്കാതെ പോകുന്നതിൻ്റെ കാരണം കുട്ടി ഈ മത്സരാധിഷ്ഠിത ലോകത്ത് കവിതയും കഥകളും ഭാവനകളും നാടകങ്ങളും എല്ലാം അപ്രസക്തമാണെന്നും നിങ്ങൾ പഠിക്കേണ്ടത് പ്രൊഫഷണലുകളാവാൻ വേണ്ടിയാണെന്നുള്ള വളരെ കോമ്പറ്റിറ്റീവായിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് നമ്മളുടെ എല്ലാ രക്ഷകർത്താക്കളുടെയിലും നിർഭാഗ്യവശാൽ കഴിഞ്ഞ 2 ദശകങ്ങളിലായി വന്നു ചേർന്നിട്ടുണ്ട്. ഇത് നമുക്ക് വളരെ സൈദ്ധാന്തികമായിട്ടൊക്കെ പറയാം, ആഗോളവൽക്കരണം കൊണ്ടുവന്ന ഒരു സാമൂഹിക മൂല്യമാണ്, വിപത്താണെന്നൊക്കെ നമുക്ക് പറയാം. പക്ഷേ കോമ്പറ്റിറ്റീവായ ഒരു കുട്ടിയെ പഠിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നതോടൊപ്പം അവനിൽ സഹപാഠിയോടുള്ള കരുണയും സഹാനുഭൂതിയും എമ്പതിയും വളർത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു കുട്ടിയിൽ നിങ്ങൾ ഇമോഷണൽ ഇൻ്റലിജൻസ് വളർത്തുന്നുണ്ടോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. നിങ്ങളൊരു കുട്ടിയിൽ ഇൻ്റലിജൻറ്റ് ക്വോഷ്യൻ്റ് അളക്കും, ഐക്യു അളക്കാൻ ഒരുപാട് സംവിധാനങ്ങളുണ്ട്. അവൻ്റെ ഇമോഷണൽ ക്വോഷ്യൻ്റ് അളക്കാൻ എന്ത് സംവിധാനമാണുള്ളത്? അവൻ്റെ വൈകാരിക ഭാവങ്ങൾ അളക്കാൻ എന്ത് ആണുള്ളത്? അവൻ്റെ സങ്കടങ്ങൾ പറയുന്നത് കേൾക്കാൻ ആരാണുള്ളത്? ആ അർത്ഥത്തിൽ നിന്ന് മനസ്സിലാക്കാൻ ആരാണുള്ളത്? അവൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഇപ്പോഴും റീൽസിലെ സാങ്കല്പിക കഥാപാത്രങ്ങളുമായാണ്. ഇൻസ്റ്റൻറ്റ് റീൽസുകളിൽ അവൻ വളരെ വേഗം ആനന്ദം കണ്ടെത്തും, ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് പോകുന്നു. വലിയ കവിതകളോ കഥകളോ ഇല്ല. ഇന്ന് മുഖ്യമന്ത്രി കുറേ രസകരമായ ജീവിതത്തിൻ്റെ രീതികളെക്കുറിച്ച് പറയുന്നു. പണ്ട് കിടക്കാൻ പോകുന്ന സമയത്ത് നമ്മുടെയൊക്കെ വീടുകളിൽ കൃത്യമായും പ്രാർത്ഥിച്ചിട്ട് കിടക്കണമെന്ന് പറയുന്നൊരു രീതിക്കൊപ്പം തന്നെ ചില കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞു തരും. എന്താ പ്രാർത്ഥന? ദൈവമേ കേൾക്കുമാറാകണം എന്ന് തുടങ്ങുന്ന പ്രാർത്ഥനകളുണ്ട്. ഇന്ന് മുഖ്യമന്ത്രി ഉദ്ധരിച്ചിരിക്കുന്ന വാക്കുകളാണ്: ദുഷ്ടസംസർഗം വരാതെയായിടണം, നല്ല വാക്കോതുവാൻ ത്രാണിയുണ്ടാകണം, ശിഷ്ടരായുള്ളവർ തോഴരായിടണം എന്ന് പറഞ്ഞ് കേൾക്കുമ്പോൾ മനസ്സിൻ്റെ ഉള്ളിൽ അർത്ഥം അറിയില്ലെങ്കിൽ പോലും അങ്ങനെ പാടി കേൾക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ അത് ആവർത്തിച്ചുറപ്പിക്കുന്ന കുട്ടിയെ സംബന്ധിച്ചോളം, ഷഹബാസ് എന്ന് പറയുന്ന പയ്യൻ്റെ തലയിലേക്ക് ഒരു നഞ്ചക്ക് ചുഴറ്റിയടിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ്. അവനെ വധിക്കത്തക്ക രീതിയിലേക്ക് വരില്ല. അവൻ്റെ കണ്ണ് കണ്ടില്ലേ എന്ന ക്രൂരമായ ഭാഷയിൽ സംസാരിക്കാൻ കഴിയില്ല എന്നത് തന്നെയാണ്. അതിലേക്ക് നമുക്ക് കഴിയാതെ പോകുന്നതിൻ്റെ കാരണം ആ സാമൂഹിക അന്തരീക്ഷം ആ രീതിയിൽ വളരെ മത്സരാധിഷ്ഠിതമായി ഒന്നായി മാറിയിരിക്കുന്നു. അവിടെ കുട്ടി അനാഥത്വം പേറുകയാണ് എന്നുള്ളതാണ്. ഇവിടെയാണ് നമുക്ക് അതിനെ തിരിച്ചു പിടിച്ച മതിയാകൂ. നമുക്കൊരു ആവാസ വ്യവസ്ഥയെ സൃഷ്ടിക്കേണ്ടതുണ്ട്. പക്ഷേ അത് എത്രമാത്രം സാധ്യമാകുമെന്നും നമുക്കറിയില്ല. കാരണം നമ്മുടെ ചുറ്റുപാടുമുള്ള സാഹചര്യങ്ങളെല്ലാം അങ്ങനെ ക്രമീകരിക്കപ്പെട്ടിരിക്കുകയാണ്. പരീക്ഷ ഓറിയൻറ്റഡായി, അതിനുശേഷം വരുന്ന എൻട്രൻസ് കോച്ചിങ് ഓറിയൻറ്റഡായി, അതിനുശേഷം വരുന്ന എൻട്രൻസ് പരീക്ഷയിൽ പ്രൊഫഷണൽ കോഴ്സുകൾ എന്ന രീതിയിലേക്ക് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചു. ഇതിനിടയിൽ കുട്ടികൾക്ക് കളിക്കാനുള്ള സമയം, വേണ്ടത്ര കുട്ടികൾക്ക് ഉല്ലസിക്കാനുള്ള സമയം. ഉല്ലാസങ്ങളെന്ന് പറയുന്നത് കേവലം രക്ഷിതാക്കൾ കൊണ്ടുപോകുന്ന ചില ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകളിലെ റിസോർട്ടുകളിലെ ആഘോഷങ്ങളല്ല. അവന് സമൂഹത്തിൽ പോയി തൊട്ടടുത്ത് നിൽക്കുന്ന പറമ്പിലേക്ക്, തൊട്ടടുത്ത് നിൽക്കുന്ന പുഴയുടെ അരികിലേക്ക്, മീൻ പിടിക്കുന്ന ആളുകളുടെ ഇടയിലേക്ക്, വർത്തമാനം പറയുന്ന മനുഷ്യരിലേക്ക്, ഫുട്ബോൾ കളിക്കുന്ന ആൾക്കാരുടെ ഇടയിലേക്ക്, കവിത ചൊല്ലുന്ന മനുഷ്യരുടെ ഇടയിലേക്ക് അവനെ വിടാൻ രക്ഷിതാക്കൾക്ക് ഭയമാണ്. രക്ഷിതാക്കൾ ആ സമയവും കാൽക്കുലേറ്റ് ചെയ്യുന്നത് അവൻ്റെ പ്രിപ്പറേഷന് വേണ്ടുന്ന സമയത്തിലാണ്. ഞാൻ പറയും, ഒരു പരിധിവരെ നമ്മുടെ കോമ്പറ്റിറ്റീവ് മൈൻഡ് സെറ്റ് ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന പ്രൊഫഷണൽ കോഴ്സുകൾ, അതിൽ ചില യൂട്യൂബുമാരുടെയൊക്കെ ചില മെസ്സേജുകളൊക്കെ വന്ന് നമ്മൾ കേട്ടു. ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് കേസെടുത്തിട്ടുണ്ട്. എന്താണെന്നറിയോ? നിങ്ങൾ സ്കൂളിലൊന്നും പോകണ്ടെന്നേ, നിങ്ങൾക്ക് സ്കൂളിൽ പോകാതെ ചില ചോദ്യങ്ങൾ മാത്രം പഠിച്ചാൽ മതി, ഇന്ന കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ മതി. സ്കൂളിൽ പോവുക എന്നുള്ളതൊരു ആവാസ വ്യവസ്ഥയുമായി ഇണങ്ങിച്ചേരൽ കൂടിയാണ്. അവിടെ വിദ്യാർത്ഥികളുണ്ട്, ഈ പറയുന്ന ചെറിയ കലഹങ്ങളുണ്ട്, അതേപോലെ മത്സരങ്ങളുണ്ട്. ഇതിനൊന്നും കുട്ടിയെ പ്രാപ്തമാകാത്ത രീതിയിലേക്ക് അവനവനിലേക്ക് ചുരുങ്ങുന്ന ഒരു കുഞ്ഞായി അവനെ മാറ്റുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് തന്നെ കുട്ടിയെ സംരക്ഷിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ഇതൊരു തിരിച്ചൊരു ആവാസ വ്യവസ്ഥയെ സൃഷ്ടിക്കുക എന്നുള്ളത് അതത്ര എളുപ്പമല്ലെങ്കിലും ആ ഉത്തരവാദിത്വം നമുക്ക് ഏറ്റെടുത്തേ മതിയാകും. ഇന്ന് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ സ്കൂൾ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് ഉണ്ടാക്കണം എന്നുള്ളതാണ്. പഞ്ചായത്ത്, പോലീസ്, സ്കൂൾ അധികൃതർ, തദ്ദേശ സ്ഥാപനങ്ങളിൽപ്പെട്ട ആളുകൾ
അതേപോലെ അവിടുത്തെ പ്രാദേശികമായിട്ടുള്ള വ്യക്തിത്വം, ഇവരെല്ലാവരും കൂടിച്ചേർന്ന് ഒരു സ്കൂൾ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് ഉണ്ടാവുക, റെസിഡൻസ് അസോസിയേഷനുകൾ അടക്കം ഓരോ ആഴ്ചയും അത് കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യുക, ഈ കുട്ടികളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെ സൂക്ഷ്മമായിട്ട് വിലയിരുത്തുക എന്നുള്ളതാണ് നമ്മളൊരു ആത്മഹത്യാ മുനമ്പിൽ നിൽക്കുന്ന ഒരു സ്റ്റേറ്റായിട്ട് മാറുന്നു. നേരത്തെ ഇവിടെ പറഞ്ഞ കണക്കുകൾ വളരെ പ്രധാനപ്പെട്ട കണക്കുകളാണ്. കൺവിക്ഷൻ റേറ്റ് 98% ആണ് ലഹരി കേസുകളിൽ കേരളത്തിനുള്ളത്. ഇന്ത്യയിലെ തന്നെ നമ്പർ 1 കൺവിക്ഷൻ റേറ്റ് ഉള്ള സ്റ്റേറ്റിലൊന്നാണ്. ഇനി ഒരു കണക്കൂടി ഞാൻ പറയാം. കേരളത്തിൽ ഈ ജുവനൈൽ ക്രൈമുകൾ പിടിക്കപ്പെടുന്നുണ്ട്. ആ ക്രൈം എന്ന് പറയാൻ കഴിയില്ല, ഈ ജുവനൈൽ കുറ്റകൃത്യങ്ങളുടെ എണ്ണം കേരളത്തിൽ പെരുകുമ്പോഴും അതിൻ്റെ കൺവിക്ഷൻ റേറ്റും 90% അപ്പുറമാണ്. അതൊരു പ്രധാനപ്പെട്ട സൂചനയാണ്. കാരണം എന്താ, കള്ളക്കേസുകളിൽ കുട്ടികളെ നമ്മൾ കൊടുക്കാറില്ല എന്നുള്ളതൊരു മെസ്സേജും കൂടിയാണ്. കേരളത്തിൽ 400ഓളം കുട്ടികളാണ് ഓരോ വർഷവും വ്യത്യസ്തങ്ങളായിട്ടുള്ള ജുവനൈൽ ക്രൈമുകളിൽ ഏർപ്പെടുന്നത്. അതിൽ 90%-ലധികവും ശിക്ഷിക്കപ്പെടുന്നുണ്ട്, അഥവാ അവരെ ഈ ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് മുന്നിൽ എത്തിക്കാൻ സാധിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ ആ കേസുകൾ പലതും വ്യാജമല്ല എന്നുള്ളതാണ്. ഒറിജിനൽ കേസുകൾ മാത്രമേ പോലീസ് ശ്രദ്ധാപൂർവ്വം കേസ് എടുക്കുന്നുള്ളൂ. ഒരു കുട്ടിയെ കള്ളക്കേസിൽ കൊടുക്കാൻ നമ്മുടെ മനസ്സ് അനുവദിക്കുന്നില്ല എന്നുള്ളതാണ്. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഇതൊക്കെ നമ്മൾ പറയുമ്പോഴും ഇന്ന് മറ്റൊരു തരത്തിൽ നമ്മളുടെ ഒരു സമൂഹം ഒരു ആൾക്കൂട്ട വിധി പുറപ്പെടുവിക്കുന്നതും ആൾക്കൂട്ട ആക്രോശങ്ങൾ നടത്തുന്നത് നമ്മൾ കണ്ടു. ഷഹബാസിൻ്റെ കൊലപാതകം തീർച്ചയായും അപലപിക്കപ്പെടേണ്ടതും ആ കുട്ടികൾക്ക് ശിക്ഷയും തിരുത്തലും കഴിഞ്ഞ കുട്ടികളെ നല്ലവരാക്കി തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ്. അതാണ് ശിക്ഷയുടെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം. കറക്ഷനാണ് നമ്മളുടെ നീതിന്യായ വ്യവസ്ഥയുടെ ആശയം. 2015 ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം ആ ആക്ടിൽ പറഞ്ഞിരിക്കുന്ന പ്രൊവിഷനോട് കൂടി അല്ലാതെ നമുക്കൊരു കുട്ടിയെ ആ ഒരു കുറ്റം ചെയ്താൽ ശിക്ഷിക്കാൻ കഴിയുന്നതല്ല. അതല്ലാതെ മറ്റൊരു രീതിയിലുള്ള നിയമ നടപടിക്രമവും ആ കുട്ടിക്ക് ബാധകമല്ല. ആ കുട്ടിയെ നേരത്തെ പറഞ്ഞതുപോലെ കുട്ടി കുറ്റവാളിയെന്നോ കുട്ടി കൊലപാതകിയെന്നോ പോലും വിശേഷിപ്പിക്കാൻ കഴിയില്ല. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ ഒരു കുട്ടി കുറ്റം ചെയ്യുന്നത് ആ കുട്ടിയുടെ മനസ്സിൽ നിന്നല്ല, ആ കുട്ടിയുടെ സാമൂഹിക സാഹചര്യം. നഞ്ചക്ക് വീട്ടിൽ എടുത്തു വെച്ചിരുന്ന അച്ഛനാണ് യഥാർത്ഥത്തിലുള്ള കുറ്റവാളി. ആ അച്ഛൻ ഇതിനു മുൻപൊരു കേസ് ഉണ്ടായപ്പോൾ ആ മകനെ ഒത്തുതീർപ്പ് നടത്തി അതിൽ നിന്ന് ഊരിക്കൊണ്ടുപോകുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ ഊരിക്കൊണ്ടു പോരാൻ ശ്രമിച്ച അച്ഛനാണ് യഥാർത്ഥത്തിൽ കുറ്റവാളി, ആ കുട്ടിയല്ല. ആ കുട്ടിക്ക് 15 വയസ്സേ ഉള്ളൂ. അതുകൊണ്ടാണ് അവന് സ്വന്തം ബോധ്യത്തിൽ അത് ചെയ്യാൻ കഴിയില്ല എന്ന തീരുമാനം സ്റ്റേറ്റിലുണ്ടാവുന്നത്. അവൻ മൈനർ ആവുന്നത് കൊണ്ടാണ്. മൈനർ ആകുമ്പോൾ അവൻ്റെ ഉത്തരവാദിത്വം ഭാഗികമായി രക്ഷിതാക്കളും പൊതുസമൂഹത്തിനുമുണ്ട്. അതുകൊണ്ടാണ് ഒരു കുട്ടിയെ ശിക്ഷിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല എന്ന് പറയുന്നത്. അവനെ പരീക്ഷ എഴുതിപ്പിക്കരുത് എന്ന് പറയുന്നത് തെറ്റായ മനഃശാസ്ത്രമാണ്. നഞ്ചക്ക് കൊണ്ട് കുട്ടി മറ്റൊരാളുടെ തലയ്ക്ക് അടിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് അതേ നഞ്ചക്ക് ഉപയോഗിച്ചുകൊണ്ട് തിരിച്ച് ഈ കുട്ടിയുടെ തലയ്ക്ക് അടിക്കാൻ, ഒരു വിദ്യാർത്ഥിയുടെ തലയ്ക്ക് അടിക്കാനാണ് പൊതുസമൂഹം വരുന്നത്. പൊതുബോധം, ഞാനിത് പറയുമ്പോൾ ഇതൊരു സ്പോയിലർ അലർട്ടാണെന്ന് എനിക്കറിയാം, പക്ഷേ ആ പൊതുബോധത്തിനോടൊപ്പം നമുക്ക് നിൽക്കുക സാധ്യമല്ല. വൈകാരികമായി നമ്മൾ ഷഹബാസിൻ്റെ പിതാവിനോടൊപ്പമാണ്. പക്ഷേ കുറ്റം ചെയ്യുന്നവരൊക്കെ ആണെങ്കിലും ശരി, അവരെ സംബന്ധിച്ചിടത്തോളം പരീക്ഷ എഴുതുക എന്നുള്ളത് ചട്ടപ്രകാരം ജുവനൈൽ ജസ്റ്റിസ് ബോർഡിൻ്റെ നിയമപ്രകാരം ബാധകമായ ഒന്നാണ്. നമ്മൾ വലിയ കൊലകൾ നടത്തിയ മനുഷ്യരെ പരീക്ഷ എഴുതിപ്പിച്ചിട്ടില്ലേ? രാജീവ് ഗാന്ധിയുടെ കൊലയിൽ പേരറിവാളനും നളിനിയും പരീക്ഷ എഴുതിയില്ലേ? അവർ പരീക്ഷ ജയിലിൽ കിടന്നിട്ടില്ലേ പരീക്ഷ എഴുതി വന്നത്? ഈ അതല്ല, അതാ പിതാവ് പറയുന്നത് അടുത്ത കൊല്ലം എഴുതിച്ചാലും കുഴപ്പമില്ലായിരുന്നു. എങ്ങനെ ശിക്ഷ വിധിക്കും? അതാണ് ആൾക്കൂട്ട മനഃശാസ്ത്രമാണ്. നിർഭയ കേസിലെ കുട്ടി കുറ്റവാളിയാണ് ഏറ്റവും ക്രൂരമായ കൃത്യം ചെയ്തത്. അല്ല, നിർഭയ കേസിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ആളാണ്, മൈനറായിരുന്ന ആളാണ് ഏറ്റവും ക്രൂരമായി ബലാത്സംഗം ചെയ്തത്. അപ്പോൾ തന്നെ ഇത്തരം ക്രൈമുകളിൽ, ഇത്തരം ക്രൂരമായ സംഭവങ്ങളിൽ എടുക്കേണ്ട നടപടിയും അവരെ എങ്ങനെ ട്രീറ്റ് ചെയ്യണം, അവരെ ഈ ജുവനൈൽ ജസ്റ്റിസ് ഇതിൽ മാത്രമാണോ ഉൾപ്പെടുത്തുന്നത്, അതിലപ്പുറമുള്ള ആ പരിമിതിയിൽ നിന്ന് പുറത്തേക്ക് കടന്ന് മറ്റു കുറ്റവാളികൾക്ക് കൊടുക്കുന്ന പോലെ തന്നെ ശിക്ഷ നൽകേണ്ടതിനുള്ള ചർച്ച തുടങ്ങി. പക്ഷേ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരമേ 16 വയസ്സ് വരെയാണ്. ഇത് 15 വയസ്സാണ്. 16 വയസ്സ് വരെയാണ് അത്തരം ഗൗരവമേറിയ കുറ്റകൃത്യങ്ങളാണെങ്കിൽ പോലും ശിക്ഷകൾ കൂടുതൽ വിധിക്കാൻ സാധിക്കും. ഇത് 16ലും താഴെയാണ് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വന്നത്. ഈ ആൾക്കൂട്ട മനഃശാസ്ത്രവും ഇതേപോലെ അപകടകരമായ ഒന്നാണ്. ഒരാളെ നമ്മൾ നോക്കൂ, എന്തിനാ റഹീമിനെ നാട്ടിൽ നിന്ന് നമ്മൾ മോചിപ്പിച്ചുകൊണ്ട് വരുന്നത്? എന്തിനാണ് റഹീമിനെ കൊണ്ടുവരുന്നത്? റഹീം അവിടെ ഒരു കുഞ്ഞിൻ്റെ മരണത്തിനോ മറ്റോ കാരണമായ ഒരു കൊലപാതകത്തിൽ ശിക്ഷാവിധി ഏറ്റ് മറ്റൊരു രാജ്യത്ത് കിടക്കുന്ന ആളാണ്. അവിടെ അദ്ദേഹം ഒരു കുറ്റവാളിയാണ്. റഹീമിനെ മോചിപ്പിച്ചു കൊണ്ടുവരാൻ ഒരു ഭാഗത്ത് നമ്മൾ സംഘടിക്കുകയും മറുഭാഗത്ത് ഈ ആൾക്കൂട്ട ശിക്ഷ വിധിക്കുകയും ചെയ്തത് ശരിയല്ല എന്നുള്ളതാണ് എൻ്റെ ടേക്ക്. ഇതിൽ പറയാനുള്ള കാര്യം ഇതെല്ലാം പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണ്. ഒരിടത്തു നിന്ന് മാത്രമായ ഒരു ആവാസ വ്യവസ്ഥ ഉണ്ടാവില്ല. നമ്മൾ മാറുമ്പോൾ നമ്മുടെ മനസ്സ് അത്രത്തോളം വലുതാകുമ്പോൾ മാത്രമാണ് ഉണ്ടാവുക. വൈകാരികമായ ഒരു പ്രതലം മാത്രമാണ് ഉണ്ടാവുന്നതെങ്കിൽ അത് അപകടമുണ്ടാവും. മെച്യൂരിറ്റി ഇല്ലാത്തൊരു സമൂഹത്തിലെ കുട്ടികളും മെച്യൂരിറ്റി ഇല്ലാത്ത കുട്ടികളായി മാറും എന്നതാണ് എൻ്റെ ടേക്ക്. അതുകൊണ്ട് മത്സരാധിഷ്ഠിത ലോകമാണ്. തീർച്ചയായും കുട്ടികൾ വിജയിക്കേണ്ടതുണ്ട്. പക്ഷേ എം എൻ വിജയമാഷ് പറയുന്നത് പോലെ പരാജയപ്പെടുന്നവനും ഒരു ലോകമുണ്ട്. അവൻ്റെ ലോകം ഒരുപക്ഷെ വിജയിക്കുന്നവൻ്റെ ലോകത്തെ വലിയ വിശാലമായ ലോകമായിരിക്കും. അവന് കിണറ്റിൽ വീണ് കിടക്കുന്ന കുട്ടിയെ രക്ഷിക്കാനുള്ള കരുത്ത് ഒരുപക്ഷെ പരീക്ഷയിൽ തോറ്റുപോയ കുട്ടിക്കായിരിക്കും ഉണ്ടാവാൻ സാധ്യതയുണ്ടാവുക. അവൻ കണ്ട ലോകം
ടീച്ചറെ മാത്രമല്ല ടീച്ചറിന് മുമ്പിൽ ഇരുന്ന് പഠിച്ച കുട്ടിയെ കൂടി കണ്ടിട്ടുണ്ട്. കാര്യം അവൻ ലാസ്റ്റ് ബെഞ്ചിലായിരുന്നു എന്നതാണ് അതിലെ ഒരു പ്രധാനപ്പെട്ട ടേക്ക്. അതുകൊണ്ടൊരു കുട്ടിയെ അളക്കാനോ കുട്ടിയെ ഏതെങ്കിലും തരത്തിൽ ഒരു കമ്മോഡിറ്റിയെ, പെട്ടിയിലടയ്ക്കുന്ന കമ്മോഡിറ്റിയെ കാണുന്നതിൽ നിന്ന്, ആ മാനസികാവസ്ഥയിൽ നിന്ന് നമ്മൾ മാറണം. നമ്മളൊക്കെ തന്നെ മാറേണ്ടതുണ്ട് എന്നതാണ് എൻ്റെ ടേക്ക്. ഒരുമിച്ച് നിന്നു തന്നെ നമുക്കതിനെ എതിരിട്ടേ മതിയാകൂ. ഒരു ചെറിയ ഇടവേള തുടരുന്നു. ഒരുമിച്ച് നേരിടേണ്ടേ എന്നാണ് ചോദ്യം. അതിലെന്താ സംശയം വരുന്നുണ്ട്? നമുക്ക് ഒരുമിച്ച് നേരിടുക എന്നുള്ളത് തന്നെയാണ്. റിപ്പോർട്ടർ TV ഏറ്റെടുത്ത ഈ യുദ്ധം വിജയിക്കുന്നത് കാണുമ്പോൾ വളരെ സന്തോഷമുണ്ട്. കാരണം നമുക്ക് ശേഷം കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും അത് ഏറ്റെടുത്തു എന്നുള്ളതാണ്. അതോടുകൂടി കേരളത്തിലെ സമൂഹം ഉണർന്നു എന്നുള്ളത് നമ്മൾ കാണുകയാണ്. നിയമസഭയിലടക്കം ഇന്നത്തെ ചർച്ച വളരെ പോസിറ്റീവായിട്ടാണ് നമ്മൾ കാണേണ്ടത് എന്ന് പറയുന്നത്. അവിടെ താൽക്കാലികമായ ചീഫ് മിനിസ്റ്ററുമായി ബന്ധപ്പെട്ട സംസാരങ്ങളൊക്കെ വന്നെങ്കിൽ കൂടെ അത് കേരളത്തിലെ ജനങ്ങൾ ആ അർത്ഥത്തിലൊന്നും അതിനെ കാണുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കേരളത്തെ സംബന്ധിച്ചിടത്തോളം എന്താണ്, നമ്മൾക്ക് ഓരോരുത്തരും ഓരോ പോലീസാകണം എന്നുള്ളതാണ്. ഈ കാര്യത്തിനകത്ത് നമ്മളെല്ലാവരും പോലീസായിരിക്കണം. ഇത് ഈ സമൂഹത്തിൽ ഉണ്ടാകാൻ പാടില്ല എന്ന് തീരുമാനിച്ചിട്ട് വേണം ഓരോ കുടുംബനാഥന്മാരും നാഥന്മാരും ഇറങ്ങേണ്ടത് എന്നുള്ളത്. അവരുടെ കുട്ടികളെ എങ്ങനെ അവർ പരിപാലിക്കണം എന്നുള്ളത് ഇപ്പം ഞാൻ ഉദാഹരണം പറയാം. ഒരു രക്ഷിതാക്കൾ, ഒരു അച്ഛനും അമ്മയും അവരുടെ കുട്ടികളെ എങ്ങനെ വളർത്തണം എന്നുള്ള കാര്യത്തിൽ അവർക്കൊരു ധാരണ വേണം. അവരെങ്ങനെയാണ് നമ്മുടെ ഒരു 85% വരുന്ന രക്ഷിതാക്കൾക്കും അങ്ങനെ ഒരു ധാരണയില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ. അവരുടെ ആകെ ധാരണ എന്താണെന്നറിയോ? അവരുടെ ഏക ധാരണ ഇവരൊരു പ്രൊഫഷണലാക്കുക എന്നുള്ള ഒറ്റ ധാരണ മാത്രമേ ഉള്ളൂ. അവരെങ്ങനെ പ്രൊഫഷണലാക്കാം, അവരെങ്ങനെ എൻട്രൻസ് കോച്ചിങ്ങിന് വിടാം. ഇവിടെ ഞാനിപ്പോൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസ കച്ചവടം നടക്കുന്ന സ്ഥലം എന്ന് പറയുന്നത്. വൃത്തിയായി വിദ്യാഭ്യാസ കച്ചവടം നടക്കുകയാണ്. ഏതൊക്കെ രീതിയിലുള്ള വിദ്യാഭ്യാസ കച്ചവടമാണ് നമ്മൾ നാട്ടിൽ നടക്കുന്നത്? ഇത് പ്രൈമറി സ്കൂൾ തുടങ്ങി വിദ്യാഭ്യാസ കച്ചവടമാണ്. പ്രൈമറി സ്കൂൾ അതിന് മുൻപ് എന്താണ് ഒരു സംവിധാനം ഉണ്ടല്ലോ, കിൻഡർ ഗാർഡൻ തുടങ്ങിയിട്ട് വിദ്യാഭ്യാസ കച്ചവടം നടക്കണം. അവരാണ് മോൾഡ് ചെയ്യുന്നത് പിള്ളേരെ. വിദ്യാർത്ഥികളെ മോൾഡ് ചെയ്യുന്നത് ഒരിക്കലും രക്ഷിതാക്കളല്ല. ഒരു കാരണവശാലും ഞാൻ സമ്മതിക്കില്ല. ഒരു കാരണവശാലും രക്ഷിതാക്കളല്ല വിദ്യാർത്ഥികളെ മോൾഡ് ചെയ്യുന്നത്. അതാരാണ്? അത് വിദ്യാഭ്യാസ കച്ചവടം നടത്തുന്ന വിദ്യാർത്ഥികളെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് വൃത്തിയായി മാനേജ്മെൻറ്റ് പഠിച്ചു വെച്ചിരിക്കുന്ന മാനേജ്മെൻറ്റ് എടുക്കുന്ന തീരുമാനങ്ങളനുസരിച്ച് വിദ്യാർത്ഥികൾ പോകുന്നുള്ളതാണ്. കിൻഡർ ഗാർഡൻ തുടങ്ങി എല്ലാവരും എൽ പി സ്കൂൾ, UP സ്കൂൾ, ഹൈസ്കൂൾ തുടങ്ങി ഹൈസ്കൂളൊക്കെ ആകുമ്പോഴത്തേക്കും എങ്ങനെയാണ് എന്നുള്ളത് പിള്ളേരെ ക്യാച്ച് ചെയ്ത് കഴിഞ്ഞു ഇവിടുത്തെ വിദ്യാഭ്യാസ സമ്പ്രദായങ്ങൾ എന്ന് പറയുന്നത്. ഇവിടുത്തെ വിദ്യാഭ്യാസ കച്ചവടം ചെയ്യുന്നവർ 5ാം ക്ലാസ്സിൽ പഠിക്കുന്നവരെ ലിസ്റ്റ് അടക്കം ഇപ്പോൾ വിദ്യാഭ്യാസ കച്ചവടം നടത്തുന്ന ആൾക്കാരുടെ കയ്യിലുണ്ട്. അവരെ എങ്ങനെ മോൾഡ് ചെയ്യണമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞു. അവരെങ്ങനെ തീരുമാനം നടപ്പിലാക്കണമെന്ന് തീരുമാനം. അതിനനുസരിച്ച് നമ്മുടെ വിദ്യാർത്ഥികൾ അവർ മോൾഡ് ചെയ്യുന്നു എന്നുള്ളതിനൊക്കെ അപ്പുറം കേരളത്തിലെ എത്ര രക്ഷിതാക്കൾ ഇവരെ മോൾഡ് ചെയ്യുന്നുണ്ടെന്ന് ചോദിച്ചാൽ ഒരാൾ പോലും ഇല്ല. ഒരാൾക്കും എങ്ങനെയാണ് കുട്ടികളെ വളർത്തേണ്ടതെന്ന് അറിയില്ല എന്നുള്ളതാണ്. അവർ മൊബൈൽ ഉപയോഗിക്കുന്നതിന് ഇവർക്ക് എങ്ങനെയാണ് മൊബൈൽ, ഏതൊക്കെ സംവിധാനങ്ങൾ മൊബൈൽ കാണാം, ഏതൊക്കെ സമയത്ത് മൊബൈൽ ഉപയോഗിക്കാൻ കൊടുക്കുക, ഏത് സമയത്ത് വിദ്യാർത്ഥികളെ കളിക്കാൻ വിടാം, ഏത് സമയത്ത് ഡാൻസ് പഠിക്കാൻ വിടാം, ഏത് സമയത്ത് പാട്ട് പഠിക്കാൻ വിടാം. കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ഒരു ട്രെൻഡ് ഉണ്ടായിരുന്നു. എന്താണെന്നറിയോ? നമ്മുടെ ഈ ഐഡിയ സ്റ്റാർ സിംഗറൊക്കെ തുടങ്ങിയ സമയത്ത് എല്ലാവരും പാട്ട് പഠിക്കാൻ വിടും. ഏത് സംവിധാനത്തിൽ നോക്കിയാലും പാട്ട് കൊടുത്തുകൊണ്ട് ഡാൻസുമായിരുന്നു. ഇപ്പോൾ എവിടെയും കേൾക്കുന്നുണ്ടോ പാട്ട് കൊടുത്തുകൊണ്ട്? അത് ആ ട്രെൻഡ് തീർന്നു. ഓരോ ട്രെൻഡിനനുസരിച്ച് വിദ്യാർത്ഥികളെ മോൾഡ് ചെയ്യുകയാണ്. ഇപ്പോൾ അങ്ങനെ ഒരു ട്രെൻഡില്ല. ഇപ്പോൾ ആരെങ്കിലും പാട്ട് പഠിക്കാൻ വിടുന്നുണ്ടോ? വളരെ ചുരുക്കം സംവിധാനമാണ്. ഇപ്പോൾ എല്ലാ സ്കൂളുകളിലും ഈ പറയുന്ന പാട്ടും ഡാൻസും ഉണ്ട്. അതോടുകൂടി കഴിഞ്ഞു ആ സംവിധാനം. രക്ഷിതാക്കൾ അതിനെക്കുറിച്ച് ഒരാളും ബോധേഡല്ല എന്നുള്ളതാണ്. ആകെ ഞാൻ പറയുന്നത്, ഒരു വർഷം 4 ലക്ഷം പിള്ളേർ, ഏകദേശം 4 ലക്ഷം പിള്ളേരാണ് SLC കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുന്നത് അല്ലേ? SLC കഴിഞ്ഞ് 4 ലക്ഷം പിള്ളേർ പുറത്തിറങ്ങുമ്പോൾ എന്തറിയോ? അതിനകത്ത് 60% എൻട്രൻസ് കോച്ചിങ്ങിന് പോവാണ്. 60% എൻട്രൻസ് കോച്ചിങ്ങിന്. ഈ 60% എൻട്രൻസ് കോച്ചിങ്ങിന് പോയിട്ട് എവിടെ ഈ 60%ത്തിലുള്ള ജോലിയുള്ളത്? 3 ലക്ഷം പിള്ളേർ ഒരു വർഷം പഠിച്ചിറങ്ങി എൻട്രൻസ് കോച്ചിങ് കഴിഞ്ഞ് എവിടെ ഈ സംവിധാനത്തിന് ജോലിയുള്ളത്? അവൻ്റെ ഏക ലക്ഷ്യം പിന്നെ എന്താണ്? അവൻ കേരളത്തിന് പുറത്തു ഇതേ അവസ്ഥയാണ്. അവിടെ എൻട്രൻസ് കോച്ചിങ്ങാണ്. അവിടെ ഇത് പഠിച്ച് പുറത്തേക്ക് ഇറങ്ങുക. അവരെന്ത് ചെയ്യും? ഇന്ത്യക്ക് പുറത്തേക്ക് പോകും. അപ്പം നമ്മുടെ യുവതലമുറ മുഴുവൻ ഇന്ത്യക്ക് പുറത്തേക്ക് പോവുകയാണ്. അപ്പോൾ ഒരു കാര്യം നമ്മൾ ആലോചിക്കേണ്ടത്, നമ്മളെ പിള്ളേരെ വളർത്തേണ്ട ഉത്തരവാദിത്വം നമ്മുടേതാണ്, രക്ഷിതാക്കളുടേതാണ്. ഞാനിതിനകത്ത് സർക്കാരിനെ കുറ്റം പറയുകയില്ല. നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ കുടുംബത്തിലുള്ള കുട്ടികളെ വളർത്താൻ എങ്ങനെയെന്ന് പഠിച്ചിട്ടില്ലെങ്കിൽ പിന്നെ ആ കുട്ടികളെ കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം? ഇന്നത്തെ അവസ്ഥ എന്താണ്? ഇപ്പം രാവിലെ ആകെ കുട്ടികളുമായി ബന്ധപ്പെടുത്തുന്ന ആൾ എന്ന് പറയുന്നത് അമ്മയാണ്. അമ്മയെ സംബന്ധിച്ചിടത്തോളം എന്താ? അമ്മ കുട്ടീനെ രാവിലെ ബസ്സിൽ കയറ്റി വിട്ട് കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വരുമ്പോഴും പോകുമ്പോഴും അച്ഛനില്ല, തിരിച്ചു വരുമ്പോഴും അച്ഛനില്ല. അച്ഛനായി കുട്ടികളെ കാണുന്നതന്നില്ല. തിരിച്ചു വരുമ്പോൾ ഇവർ മുഖ്യമന്ത്രി പറഞ്ഞ പോലെ ബസ്സിൽ കയറുന്നു, നേരെ സ്കൂളിൽ പോകുന്നു, സ്കൂളിൽ നിന്ന് നേരെ തിരിച്ചു വരുന്നു, വീട്ടിൽ കയറുന്നു. വീട്ടിൽ വന്നാൽ ആദ്യം തന്നെ ടോം ആൻഡ് ജെറി പോലെയുള്ള അല്ലെങ്കിൽ മറ്റുള്ള സാധനം വെച്ച് കൊടുക്കുകയാണ്. അല്ല, അതൊക്കെയല്ല, മൊബൈലിലാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം അമ്മമാർ തന്നെ ഇതങ്ങ് വെച്ച് കൊടുക്കുകയാണ്. വെച്ച് കൊടുത്തതാണ് ഫുഡ് കൊടുക്കുന്നത്. ഇത് വെച്ച് കൊടുത്താണ് ഫുഡ് കൊടുക്കുന്നത്. ഈ ഫുഡ് കൊടുക്കുമ്പോൾ അവസ്ഥ എന്താ? കുട്ടി അറിയാതെ കഴിച്ചുകൊണ്ടേയിരിക്കുകയാണ്. കുട്ടിയുടെ മനസ്സിൽ ഫുഡ് കഴിക്കുന്ന രുചിയില്ല, അവരുടെ സംവിധാനമില്ല. ഇതിങ്ങനെ കഴിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഇത് കഴിക്കുന്നു. അത് നിങ്ങൾ റെസ്റ്റോറൻറ്റിൽ പോയി നോക്കിക്കോളൂ. റെസ്റ്റോറൻറ്റിൽ ചെന്നാലും കുട്ടികൾക്ക് ഫുഡ് കൊടുക്കുന്നത് എങ്ങനെയാണ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി.
മൊബൈൽ ഓണാക്കി വെച്ച് കൊടുത്തേക്കാണ്. ഒരു പ്രശ്നമില്ലാതെ കുട്ടി കഴിക്കും, ഒരു ടെൻഷനും ഇല്ല. ശൈലി അങ്ങനെയായി. നമ്മളായിട്ട് ചെറിയ കുഞ്ഞു മനസ്സുകളിൽ ചെയ്തു കൊടുക്കുന്ന വിഷമാണിത്. ഈ വിഷത്തിൽ നിന്ന് നമ്മൾ പുറത്തു വരാതെ കുട്ടികളെ കുറ്റം പറയാൻ എന്താ കാര്യം? ഇത് മാത്രമാണോ സംവിധാനം എന്ന് പറയുന്നത്? ഇത് കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ വിദ്യാർത്ഥികളായി വളർത്തുന്ന അധ്യാപകരിന്ന് സ്കൂളുകളിലുണ്ടോ? അവരെ എങ്ങനെയാണ് അവരെ സംബന്ധിച്ചിടത്തോളം എന്താ? അവരെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രൊഫഷണൽ ജോലിയായി മാറി. ഇപ്പോൾ നമ്മുടെ പണ്ട് കാലങ്ങളിൽ ഉണ്ടായിരുന്ന വിദ്യാർത്ഥികൾ എന്ന് പറഞ്ഞാൽ സ്വന്തം മക്കളെ പോലെ വിദ്യാർത്ഥികളെ കൊണ്ടു നടന്നിരുന്ന അധ്യാപകർ വളരെ കുറവാണ്. ഞാൻ എല്ലാവരും ഉദ്ദേശിച്ചല്ല പറഞ്ഞത്, വളരെ കുറവാണ്. അവർക്ക് എന്താണ് അവർ 60-65 പിള്ളേർ ക്ലാസ്സിലിരിക്കുന്ന അവരെ സംബന്ധിച്ചിടത്തോളം അവരൊരു പ്രൊഫഷണൽ ജോലി. അവർ 55,000 രൂപ 60,000 രൂപ ശമ്പളം മേടിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ. അവർ പ്രോപ്പറായിട്ട് ലീവ് എടുക്കുന്നു, അവർ വന്നിട്ട് അവരെ പോർഷൻ എടുത്തിട്ട് തിരിച്ചു പോകുന്നു. പഠിച്ചാൽ പഠിച്ചു, പഠിച്ചില്ല. അങ്ങനെ അല്ലായിരുന്നു കേരളത്തിലെ വിദ്യാഭ്യാസ രീതി എന്ന് പറയുന്നത്. ഓരോ കുട്ടികളെയും അവരെന്താണെന്നും അവർ അച്ഛനാരാണെന്നും അമ്മ ആരാണെന്നും ഏത് രീതിയിലാണ് വളർന്നു വരുന്നതെന്നും അവരുടെ എല്ലാ വിഷമങ്ങളും അറിയാവുന്ന ഒരു അധ്യാപകരുള്ള നാടാണ് ഈ കേരളം എന്ന് പറയുന്നത്. ഇപ്പം അങ്ങനെയുള്ള നാടിൽ അങ്ങനെ ഒരു അധ്യാപകരില്ല എന്നുള്ളതാണ്. അങ്ങനെ അധ്യാപകരെ മോൾഡ് ചെയ്താൽ നമ്മുടെ സർക്കാരിന് കഴിയുന്നുണ്ടോ? നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പിന് കഴിയുന്നുണ്ടോ? അതൊട്ട് കഴിയുന്നില്ല എന്നുള്ളതാണ്. ഇത് ഞാൻ പറയുന്നത്, ഇത് എന്താണ് കേരളത്തിൽ നടക്കേണ്ടത് എന്നുള്ള വലിയ രീതിയിലുള്ള മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കണം. നമ്മൾ കാസർഗോഡ് തുടങ്ങി തിരുവനന്തപുരം വരെ നാഷണൽ ഹൈവേ എടുത്തപ്പോൾ നമ്മളൊരു പ്ലാൻ തയ്യാറാക്കിയല്ലോ. എങ്ങനെ വരണം, ഏതൊക്കെ സ്ഥലം ഏറ്റെടുക്കണം, എവിടെയൊക്കെ റോഡ് വേണം, എവിടെ വൈഡനിങ് വേണം, എവിടെ നീളം കൂടണം, വീതി കൂടണം എന്ന് പറഞ്ഞാൽ വലിയ അങ്ങനെയാണല്ലോ നമ്മൾ നാഷണൽ ഹൈവേ പണിയുക. അതിനേക്കാളും വലിയ രീതിയിലുള്ള പ്ലാൻ വേണമെന്നാണ് ഞാൻ പറയുന്നത്. 1ാം ക്ലാസ്സിൽ ഒരു കുഞ്ഞ് ജനിച്ച് വീണാൽ എങ്ങനെ അവരുടെ വിദ്യാഭ്യാസം അറ്റ്ലീസ്റ്റ് 18 വയസ്സ് കഴിയുന്നത് വരെ എങ്ങനെ കേരളത്തിൽ വളർത്തണം എന്നുള്ള രീതിയിലൊരു പ്ലാൻ വേണം. അവരെ എങ്ങനെ പഠിപ്പിക്കണം, ഏതൊക്കെ ശൈലിയിൽ പഠിപ്പിക്കണം, അവരെ ഏതൊക്കെ രീതിയിൽ വളർത്തിക്കൊണ്ട് വരണം എന്നുള്ള പ്ലാൻ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഇതിന്ന് രക്ഷ തേടാൻ മാർഗമായിട്ട് നമ്മൾ കാണുന്നുള്ളൂ. ഇത് ഞാൻ പറയുന്നത് ഡ്രഗ്സിൻ്റെ സംവിധാനത്തിന് മാത്രമല്ല. നമ്മൾ ഈ ഡ്രഗ്സ് മാത്രം മാറ്റി വെച്ചോളൂ. നമ്മൾ ഡ്രഗ്സിനെ എല്ലാം മാറ്റി വെക്കുക. ഡ്രഗ്സ് ഇല്ലാത്തൊരു കേരളത്തെക്കുറിച്ച് ചിന്തിച്ച് നോക്കൂ. അവിടെയും ഈ പറയുന്ന പ്രശ്നം വലുതാണ്. ഈ പറയുന്ന പ്രശ്നം സാമൂഹ്യ ജീവി അല്ലാതെ വിദ്യാർത്ഥികൾ വളർന്നു വരുന്നുള്ള ഒരു സാമൂഹ്യ ജീവില്ല. നിങ്ങളുടെ വീടിനടുത്തുള്ള ആൾക്കാരെ കുറിച്ചിട്ട് നിങ്ങളുടെ ഒരു 10 വയസ്സുള്ള ഒരു കുട്ടീനോട് ചോദിച്ചു നോക്കും, നിങ്ങളുടെ അടുത്തുള്ള ഒരു 5 വീട്ടിൽ ആരൊക്കെ താമസിക്കുന്നത് വെച്ചാൽ അവൻ അറിയുന്നുണ്ടാവില്ല. അവൻ ആരാണെന്ന് അറിയില്ല, അവൻ എങ്ങനെയാണ് പെരുമാറുന്നത് അറിയില്ല, അത് ഏത് ശൈലത്തിലാണ് അവർ ജീവിക്കുന്നത് അറിയില്ല, ആരാണ് അവർ ജീവിക്കുന്നതെന്ന് പോലും അറിയുന്നില്ല. ഇന്നത്തെ സംവിധാനം അങ്ങനെ ഒരു വലിയ സംവിധാനത്തിൽ അപ്പം നമ്മൾ ഡ്രഗ്സ് മാത്രമല്ല ഈ പറയുന്ന വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ മാറ്റുന്നത്. കുട്ടികളെ നന്നലാക്കാൻ ഇറങ്ങുമ്പോൾ ഡ്രഗ്സ് മാത്രമല്ല, പിന്നെ എന്താണ് നമ്മൾ ഡ്രഗ്സിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഡ്രഗ്സ് എന്ന് പറയുന്നത് വലിയ രീതിയിൽ ഉണ്ണിസാർ നേരത്തെ പറഞ്ഞ വലിയ രീതിയിൽ കമ്പോളമായി മാറി. ഈ കമ്പോളത്തെ നേരിടേണ്ടത് ഈ 4-5 പേർ അല്ല എന്താണ് 5-25 വർഷം മുന്നേ നിയമം വെച്ചിട്ട് ആ നിയമത്തിന് വില വെച്ചത് ഒന്നും നടക്കില്ല. ഇന്നത്തെ കാലത്തിന് എന്താ അനുയോജ്യമായ നിയമം, ആ നിയമം ഉണ്ടാക്കാൻ നിയമസഭയ്ക്ക് കഴിയുന്നുണ്ടോ എന്നുള്ളതാണ്. ഞാൻ ഇന്നത്തെ നിയമസഭയിലെ ചർച്ച വളരെ മോശം എന്ന അഭിപ്രായമുള്ള ഒരാളാണ് ഞാൻ. എന്തുകൊണ്ടാണ് ആ അർത്ഥത്തിൽ ഞാൻ പറയുന്നത്, ലഹരിക്കെതിരെ ക്യാമ്പയിൻ ഇവർ ഒറ്റക്കെട്ടാണ്, അതിൽ നല്ല അഭിപ്രായം. പക്ഷെ വേറെ നിയമസഭ എന്ന് പറയുന്നത് നിയമം പാസ്സാക്കുന്ന സമയമാണ്. ഇന്നത്തെ ലഹരിക്കെതിരെയുള്ള ക്യാമ്പയിന് ഏത് രീതിയിലുള്ള നിയമം പാസ്സാക്കാൻ പറ്റും? ഒരു ചർച്ച അവിടെ നടന്നിട്ടില്ല. ഇന്ന് നടന്ന എന്താണ്, മുഖ്യമന്ത്രി പറയുന്നു ഇതാണ് കേരളത്തിൻ്റെ അവസ്ഥ, ഇതാണ് ഒരു പെട്ടിയിൽ നിന്ന് മറ്റേ പെട്ടിയിലേക്ക് എന്ന് പറയുന്നു കേരളത്തിൻ്റെ അവസ്ഥ. പ്രതിപക്ഷ നേതാവ് പറയുന്നു ഇതാണ് ഞാൻ കണ്ട കേരളത്തിലെ കുട്ടികളുടെ അവസ്ഥ എന്നുള്ളതാണ്. നിയമം പാസ്സാക്കാൻ കേരളത്തിൽ പറ്റുന്നുണ്ടോ? നിയമം പാസ്സാക്കി നടപടി സ്വീകരിക്കാൻ പറ്റുന്നുണ്ടോ? മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടോ? ഇതൊന്നും വലിയ രീതിയിലുള്ള ക്യാമ്പയിനായി മുന്നോട്ട് വെക്കാൻ പറ്റണം. പരിധിക്കപ്പുറം നിയമത്തിൻ്റെ അപ്പുറത്ത് സമൂഹത്തിൽ ഇടപെടൽ. ഞാൻ പറയുന്നത് പൊതുസമൂഹം NDPS എന്ന് പറയുന്നത് ഡെത്ത് പെനാൽറ്റിയാണ്. ഞാൻ വകുപ്പിന്റെ അല്ല ഉണ്ണി സാറേ, ഞാൻ പറയുന്നത് 3-1 അല്ല 25,000 സോറി 1 ലക്ഷം കേസ് ഇടവേള വേണം. ഒരു ചെറിയ ഇടവേള എടുത്ത് ഒരുമിച്ച് നേരിടേണ്ട എന്നാണ് ചോദ്യം. സുജയ, അടിയന്തര പ്രാധാന്യമുള്ള വിഷയം ആയതുകൊണ്ടാണല്ലോ നിയമസഭയിൽ അടിയന്തര പ്രമേയ ചർച്ചയ്ക്ക് തന്നെ അത് എടുത്തത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രാധാന്യം കേരളീയ പൊതുസമൂഹത്തിന് മനസ്സിലായിട്ടുണ്ട്. നമ്മൾ തുടങ്ങി വെച്ച ഒരു ക്യാമ്പയിൻ എല്ലാ മാധ്യമങ്ങളും ഏറ്റെടുത്തത് നല്ലത് തന്നെയാണ്. ഒരു വിഷയത്തിൽ ഒന്നിച്ചു നിൽക്കേണ്ട സമയമാണ്. എല്ലാവരും ചേർന്ന് പൊതുസമൂഹവും ചേർന്ന് കൊണ്ടുപോകേണ്ട ഒരു പ്രധാന വിഷയമാണ്. കുട്ടികളിലെ ലഹരി ഉപയോഗം മാത്രമല്ല അക്രമവാസനയാണ് യഥാർത്ഥത്തിൽ ഇവിടെ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ സിന്തറ്റിക് രാസലഹരി വ്യാപനം അത് കേരളത്തിൽ എല്ലാ ജില്ലകളിലും എത്തിക്കഴിഞ്ഞു. ഏതെങ്കിലും കൊച്ചിയിലോ തിരുവനന്തപുരം മെട്രോ നഗരങ്ങളിൽ മാത്രമെന്ന് പറയാൻ കഴിയില്ല, ഗ്രാമങ്ങളിലേക്ക് പോലും എത്തിക്കഴിഞ്ഞിരിക്കുന്നു. താമരശ്ശേരിയിൽ ഈ കുട്ടി താമസിക്കുന്ന ഭാഗത്തുള്ള അല്ലെങ്കിൽ ആ ഏരിയയിൽ തന്നെ മയക്കുമരുന്നിൻ്റെ വ്യാപനവുമുണ്ട്. ഇവർ ഉപയോഗിക്കുന്നു എന്നുള്ളതല്ല, ആ ഏരിയയിൽ മയക്കുമരുന്ന് ഉണ്ട് എന്നുള്ളത് ഞെട്ടിപ്പിക്കുന്ന ഒരു വസ്തുതയാണ്. അപ്പോൾ ഇതിനെതിരെ ഈ വർദ്ധിക്കുന്ന വയലൻസിനെതിരെ ഒരു ജനകീയ ജാഗ്രതയാണ്. ഈ ജാഗ്രതാ സമിതികൾ തന്നെ രൂപം കൊണ്ടാലും പഞ്ചായത്ത് തലത്തിൽ നന്നാകും എന്നതാണ് എനിക്ക് തോന്നുന്നത്. കാരണം നഗരങ്ങളിലായാലും ഗ്രാമങ്ങളിലായാലും ഇങ്ങനെയുള്ള ഒരു ജാഗ്രത എന്ന് പറയുന്നത് അത് യഥാർത്ഥത്തിൽ ഒരു പ്രൊട്ടക്റ്റീവ് ഷീൽഡ് നമ്മളവിടെ ഉണ്ടാക്കണം. ആ രീതിയിൽ മാത്രം
മാത്രമേ ഈ ഒരു വിപത്തിൽ നിന്ന് പുറത്തു കടക്കാൻ കഴിയുകയുള്ളൂ. എവിടെയൊക്കെയാണ് ഈ പ്രശ്നം ഉള്ളത്, അല്ലെങ്കിൽ ഈ കുട്ടികളിലേക്ക് എങ്ങനെയാണ് ഈ ലഹരി എത്തുന്നത്, കുട്ടികൾ എങ്ങനെയാണ് അവരുടെ ഹാബിറ്റ്സിൽ മാറ്റം വരുന്നത്, അത് ഒബ്സർവ് ചെയ്യണം. നിരീക്ഷിക്കാതെ നമുക്ക് ഒരിക്കലും ഒന്നിനെയും തടയാൻ കഴിയില്ല. അപ്പോൾ ആ നിരീക്ഷണത്തിനായി ഈ സദാചാര പോലീസിംഗ് അല്ല ഞാൻ ഉദ്ദേശിച്ചത്, ഒരു നിരീക്ഷണം ഉണ്ടാകണം. നിരീക്ഷണത്തിലായിരുന്നു നമ്മളൊക്കെ സ്കൂളിൽ പോകുന്ന സമയത്ത്. വീട്ടിൽ നിന്നിറങ്ങി സ്കൂളിൽ എത്തി തിരിച്ചു വരുമ്പോഴേക്കും വീട്ടിൽ തിരിച്ചെത്തുമെന്നുള്ളത് വീട്ടുകാർക്ക് ഉറപ്പാണ്. കാരണം മറ്റൊരിടത്തേക്കും പോകില്ല. സ്കൂളിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ നമ്മൾ ഒരു സ്കൂൾ ബസ്സിൽ വരുന്നവരുണ്ടാകും, അടുത്തുള്ള കുട്ടികൾ നടന്നായിരിക്കും പോകുന്നത്. അപ്പോഴെല്ലാം ആ പോകുന്ന വഴിയിലുള്ള ആളുകളുമായി സംസാരിച്ചൊക്കെയാണ് വീടുകളിലേക്ക് എത്തുന്നത്. പക്ഷേ ഇന്ന് അങ്ങനെയല്ല. കൃത്യമായി സ്കൂളിൽ നിന്ന്, മുഖ്യമന്ത്രി പറഞ്ഞ വാചകം കൃത്യമാണ്, സ്കൂളിൽ നിന്ന് നേരെ വീട്ടിലേക്ക് വരുന്ന കുട്ടി, അതിനിടയിൽ ആ കുട്ടിയെ എവിടെയൊക്കെയാണ് ഇൻഫ്ലുവൻസ്ഡ് ആകുന്നത് എന്നുള്ളത്. കാരണം തിരുവനന്തപുരത്ത് ആ സ്കൂൾ ബസ്സിൽ വെച്ചുണ്ടായ അക്രമം അത് നമ്മുടെ കണ്ണു തുറപ്പിക്കേണ്ടതാണ്. ഈ നമ്മൾ പറഞ്ഞ ഈ പെട്ടി ടു പെട്ടിക്കിടയിലാണ് ആ കത്തിക്കുത്ത് സംഭവിക്കുന്നത്. അപ്പോൾ അവിടെ പോലും കുട്ടികൾ സുരക്ഷിതരല്ല. അതുപോലെ തന്നെ കോട്ടയത്ത് ആ ചോക്ലേറ്റ് കിട്ടുന്നത് സ്കൂളിൽ ക്ലാസ് മുറിക്കുള്ളിലായിരിക്കുമ്പോഴാണ് കുട്ടിക്ക് ചോക്ലേറ്റ് കിട്ടുന്നത്. അപ്പോൾ ഒരു പെട്ടിയും സുരക്ഷിതമല്ല. വീടെന്ന പെട്ടിയിൽ സുരക്ഷിതരാണോ? അതുമല്ല. കാരണം മയക്കുമരുന്നിന് അഡിക്റ്റായ 2 സഹോദരങ്ങൾ, അതിലൊരാളെ ഡി അഡിക്ഷന് കൊണ്ടുപോയി കഴിഞ്ഞപ്പോഴാണ് ജ്യേഷ്ഠൻ ആക്രമിക്കുന്നത്, അനുജനെ ആക്രമിക്കുന്നത്. അത് ഇന്ന് വന്ന വാർത്തയാണ്. അപ്പോൾ ഒരു പെട്ടിയിലും നമ്മുടെ കുട്ടികൾ, അല്ലെങ്കിൽ കുട്ടികൾ കുറച്ചുകൂടി കൗമാരമോ യൗവനമോ എത്തുമ്പോഴും സുരക്ഷിതരല്ല എന്നത് നമ്മളെ ഓർമ്മിപ്പിക്കേണ്ട കാര്യമാണ്. അപ്പോൾ ജീവിതത്തോട് ലഹരി ഉണ്ടാകാൻ, ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായി അങ്ങനെയുള്ള ഒരു പ്രാക്ടീസാണ് നമുക്ക് ഉണ്ടാവേണ്ടത്. അപ്പോൾ അതിനായിട്ടുള്ള സമീപനങ്ങളിലേക്ക് പോകുമ്പോൾ ഇന്ന് മുഖ്യമന്ത്രി ആവേശം സിനിമയെക്കുറിച്ച് സൂചിപ്പിച്ചപ്പോൾ അതിലെ പാട്ട് തന്നെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസവും ചർച്ച ചെയ്തതാണ്. പേന കത്തി കൊണ്ട് വിദ്യാരംഭം കുത്ത് ഹരിശ്രീ, തോക്കിൻ കാഞ്ചിവലി ശീലം പണ്ടേ മാറാത്ത വ്യാധി, നെഞ്ചിൽ പൂട്ടിവെച്ചോരങ്കക്കലി തീരാത്ത വാശി, അണ്ണൻ മീശ വെച്ചോരാട്ടപ്പുലി. ഈ ആട്ടപ്പുലികളെ കണ്ട് കണ്ട് ഹരം മൂത്ത് കുട്ടികൾ ആ രീതിയിലാകാൻ ശ്രമിക്കുന്നു എന്നുള്ളതും ഒരു പ്രശ്നമായി തന്നെ നമ്മുടെ മുന്നിലുണ്ട്. ഈ ഒരു ഹീറോസായി മാറാനായി, ഹീറോ ആകുന്നതിനായി ലഹരിമരുന്ന് ഉപയോഗിച്ച് കഴിയുമ്പോൾ ആ മാനസിക നിലയിൽ വ്യതിയാനം വന്ന് ചിലർ ആക്രമണകാരികളാകുന്നു, ചിലർ വളരെ സൈലന്റ് ആകുന്നു. വിഷാദരോഗം അകറ്റാൻ പറ്റും. ചില കുട്ടികളുമായി സംസാരിച്ചപ്പോൾ അവർക്ക് കിട്ടിയ അഡ്വൈസ്, അതായത് ഈ മയക്കുമരുന്നിന് അഡിക്റ്റായ കുട്ടികൾ, റിക്കവറി സ്റ്റേജിലുള്ള കുട്ടികളുമായി സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത്, അവരോട് പറഞ്ഞത് നിങ്ങളുടെ ഡിപ്രഷൻ മാറുമെന്നാണ്. വിഷാദ രോഗത്തിന് നിങ്ങൾ അഡിക്റ്റ് ആണെങ്കിൽ, നിങ്ങൾക്ക് ബൈപോളർ ഡിസോർഡർ ഉണ്ടെങ്കിൽ അതൊക്കെ മാറും. നിങ്ങൾ ഈ ലോങ് ടൈമിലേക്ക് നിങ്ങൾ ഈ ആൻറ്റിബയോട്ടിക്സ് ഒന്നും കഴിക്കേണ്ടതില്ല. നിങ്ങൾ ഈ മരുന്ന് ഈ ഇതിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതെല്ലാം പെട്ടെന്ന് മാറും. അതായത് അവരത് പ്രയോഗിച്ച് നോക്കുമ്പോഴേക്കും അങ്ങനെ പോയ കുട്ടികളുമുണ്ട്. ആ കുട്ടികളെയൊക്കെ തിരിച്ചു കൊണ്ടുവരാനായി മാതാപിതാക്കളൊക്കെ ഇടപെട്ട് ശ്രമിക്കുന്നുമുണ്ട്. അവിടെ അപ്പോൾ കൂടുതൽ ഊർജ്ജം കിട്ടും. അതുപോലെ തന്നെ നന്നായി മറന്നു പോകാതെ പഠിക്കാൻ പറ്റും. അങ്ങനെയൊക്കെ പറഞ്ഞാണ് ചെറിയ ക്ലാസ്സുകളിലെ കുട്ടികളെയൊക്കെ ഇതിലേക്ക് കൊണ്ടുപോകുന്നത്. വേറൊരാൾ മറ്റൊരു ചാനലിൽ പറയുന്നത് കേട്ടതാണ്, വീട്ടിൽ അടുത്തുള്ള ചേട്ടന്മാരൊക്കെ കഞ്ചാവ് വലിക്കാനായിട്ട് തരുമായിരുന്നു. പിന്നീട് അങ്ങോട്ട് പോയി ഞാൻ ചോദിക്കാൻ തുടങ്ങി. പിന്നെ അമ്മയുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങാൻ തുടങ്ങി. അമ്മ തരാത്തപ്പോഴേക്കും മറ്റുള്ളവരോട് കടം വാങ്ങിക്കാൻ തുടങ്ങി. അതിനുശേഷം അതും നിന്ന് കഴിഞ്ഞപ്പോഴേക്കും ക്രൈമുകളിൽ, ചെറിയ ചെറിയ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ട് അങ്ങനെ പണമുണ്ടാക്കി അങ്ങനെ ഈ കൂടുതൽ മയക്കുമരുന്ന് ഉപയോഗിച്ച് ഇപ്പോൾ അയാളുടെ പല്ലുകളെല്ലാം പൊടിഞ്ഞു പോയിരിക്കുകയാണ്. അപ്പോഴാണ് അയാൾ ആ തുറന്നു പറച്ചിൽ നടത്തുന്നത്. എന്തായാലും ഈ ലഹരി പാർട്ടി നടത്തുന്ന വമ്പന്മാരെ തടയിടാനൊക്കെ സർക്കാരിന് ആർജവം ഉണ്ടാകുമോ എന്ന സംശയം എനിക്ക് ഇപ്പോഴും ഉണ്ട്. എപ്പോഴും ചെറിയ കണ്ണികളെയാണ് പിടികൂടുന്നത്. വലിയ കണ്ണികളിലേക്ക് എത്താനുള്ള ആർജവം കൂടി സർക്കാർ കാണിക്കണം എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കണക്ക് വന്നിട്ടുണ്ട്. ഇന്ന് ഒരാഴ്ചയ്ക്കുള്ളിൽ ഡീഹണ്ടിൽ 2854 പേരെ അറസ്റ്റ് ചെയ്തു, 17,246 പേരെ പരിശോധനയ്ക്ക് വിധേയമാക്കി എന്നാണ് ഫെബ്രുവരി 22 മുതലുള്ള കണക്കാണ്. ഇപ്പോൾ അല്പസമയം മുമ്പ് വന്ന മറ്റൊരു വാർത്തയുണ്ട്. വടകരയിൽ 17 വയസ്സുള്ളൊരു കുട്ടി ആത്മഹത്യ ചെയ്തു എന്ന വാർത്ത. നമ്മളിത് സംസാരിക്കുന്നതിനിടയിൽ തന്നെ ഇത് സംഭവിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരുമിച്ച് നേരിടേണ്ടേ എന്നായിരുന്നു ചോദ്യം. തീർച്ചയായും ഒരുമിച്ച് തന്നെ നേരിടണം എന്നാണ് അഭിപ്രായം. Meet the editors.